ഷാഹിദ് കപൂർ ആണെന്ന്. ഞാൻ നിന്ന് അവിടെ ഇരുന്ന് ബാഗൊക്കെ എടുത്ത് മാറ്റം കൊടുത്തു. ഞാൻ എങ്ങനെയൊക്കെയോ സ്ഥലം അപ്പുറത്തെ പാസഞ്ചറുടെ ബാഗൊക്കെ വല്യപ്പന്റെ തലയിലൊക്കെ ഒന്നും എനിക്കറിയണ്ട. എനിക്ക് എന്റെ ഷാഹിദാട്ടന്റെ സ്ഥലം ഇരിക്കാൻ മതി. പക്ഷെ എനിക്ക് ട്രിഗണോമെട്രി ഈസി ആയിരുന്നു. ട്രിഗണോമെട്രി പലർക്കും പാടാം, പക്ഷെ എനിക്ക് ട്രിഗണോമെട്രി ഈസി ആയിരുന്നു. ട്രിഗണോമെട്രി എനിക്ക് മനസ്സിലായി. നമ്മൾ ആ സൈൻ തീറ്റ ക്വസ്റ്റിന്റെ വാല്യൂ പഠിച്ചു കഴിഞ്ഞാൽ ട്രിഗണോമെട്രി എന്തെങ്കിലുമൊക്കെ വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടെങ്കിലൊക്കെ എഴുതാം. ഞാൻ ഡോക്ടറെ അടുത്ത് നിന്ന് അഭിനയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അയ്യോ അമ്മ അമ്മ തലയിറങ്ങി വീട്ടിൽ പോണോ. ഷാഹിദ് കപൂറുമായിട്ടൊന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. എടുത്തു. അതിപ്പോ കയ്യിലുണ്ടോ? ഇല്ല, അതാ കീപാഡ് ഫോണില് ടിവിയുടെ സൈഡിൽ ഞാൻ, ഇപ്പുറത്തെ ടിവിയില് ഷാഹിദ് കപൂർ. അങ്ങനെ ഇങ്ങേ അറ്റത്ത് നിന്ന് എന്നെ പിടിച്ച് പേടിപ്പിച്ച് പാനിക്കാക്കി ഇങ്ങേ അറ്റത്ത് ഇപ്പുറത്തെ അറ്റത്തോട്ട് നിർത്തിയിട്ടേക്കുക. അഭിനയിക്കുന്ന ആളല്ലേ, കുറച്ച് പൈസ തരുമോന്ന് എന്റെ അടുത്ത് ചോദിച്ചു പുള്ളി. മീനാക്ഷി കല്യാണപ്രായമൊക്കെ അത് ആക്ച്വലി when you hear it, yes, കല്യാണം കഴിപ്പിക്കും. അതാണോ അല്ലെങ്കിൽ ദിസ് തിങ് ആണോ? ഇതിലേതാണ് ദിസ് തിങ്? രണ്ടാമത് കാണിച്ച തിങ്. ഇപ്പോഴും എൻ്റെ കുറേ കാര്യങ്ങളിൽ എന്നെ ബോൾഡ് ആക്കിയിട്ടുള്ളത് ആ ഒരു ഡൽഹി ഇതാണ്. ആ അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, അന്ന് എല്ലാവരും ഉള്ള കാലമായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ അന്ന് ഇവളുടെ അടുത്ത് പറഞ്ഞു, എടി എല്ലാവരും, അപ്പം എനിക്ക് ഭയങ്കര ഓക്വേർഡായിട്ട് ഞാൻ പറഞ്ഞു, എടി എല്ലാവരും നോക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ആ നോക്കുന്നവർ നോക്കിയിട്ട് പോട്ടെ എന്ന് പറഞ്ഞു. ഷീസ് വെരി ഭയങ്കര ഓപ്പൺ അബൌട്ട് ഇറ്റ്. അവൾ അതിനെ ഒന്നും മൈൻഡൊന്നേ ഇല്ല. അപ്പം എനിക്ക് ഭയങ്കര സർപ്രൈസായി. നല്ലത് പറയുന്നതും എടുക്കരുത്, മോശം പറയുന്നതും എടുക്കരുത്. ഇതിന്റെ എല്ലാത്തിന്റെയും ചെറിയൊരു ശതമാനം മാത്രമേ എടുക്കാവൂ. ചില ആളുകളെ നൂറ്റാണ്ടുകൾ എടുത്താലും മനസ്സിലാവില്ല, ജഡ്ജ് ചെയ്യാനും പറ്റത്തില്ല, തീരെ പറ്റത്തില്ല. ഞാൻ വിചാരിച്ചോണ്ടിരുന്ന അങ്ങനെ പറ്റും എന്നാണ്, പക്ഷെ പറ്റില്ല. ചില ആളുകൾക്ക് ഫേക്ക് ചെയ്യാൻ പറ്റും. എണീക്കുക, തിന്നുക, വീണ്ടും കിടക്കുക, റീൽസ് വരയ്ക്കുക. ഊണോ കളിക്കാൻ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഊണോ കളിക്കുക, വീണ്ടും റീൽസ് വരയ്ക്കുക, തിന്നുക, ഉച്ചകഴിഞ്ഞ് കിടന്നുറങ്ങുക, വൈകുന്നേരം ആകുമ്പോൾ തണ്ടാനിരിക്കുക, എവിടെയെങ്കിലും. യെസ്, വെൽക്കം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പോഡ്കാസ്റ്റിൽ എൻ്റെ കൂടെയുള്ള ഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷീ ഈസ് എ ക്രൗഡ് പുള്ളർ, എ പെർഫോമർ, ആൻ ആങ്കർ, ആക്ട്രസ്. അതുപോലെ തന്നെ ഷീ ഈസ് വെരി ആക്റ്റീവ്, വെരി ബബ്ലി, ഓൾവേസ് ചാമിങ് ആൻഡ് സ്റ്റൈലിഷ്, ആൻഡ് ഷീ ഈസ് മീനാക്ഷി. ഉദയനാട് താരത്തില് സലിമണ്ടിരിക്കത്തില് ഞാൻ തന്നെ എന്നോട് തന്നെയാണ് പറയുന്നത്. എങ്ങനെയുണ്ട്? നമ്മള് ജോക്സ് അപ്പാർട്ട്, I was going to tell that. ജോക്സ് അപ്പാർട്ട് കറക്റ്റ് അല്ലേ? ആക്ച്വലി ആടാ, പക്ഷെ നീ എന്നെ ഇങ്ങനെ പൊക്കല്ല. എനിക്കങ്ങനെ എന്നെ പുകഴ്ത്തുമ്പോ എങ്ങനെ റിയാക്ട് ചെയ്യേണ്ടത് എനിക്ക് അറിഞ്ഞൂടാ. To be honest, എനിക്ക് അറിഞ്ഞൂടാ. മീനാക്ഷിയുടെ ശരിക്കും ലൈഫിലേ, അതായത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഞാൻ ഇതിൽ ചോദിക്കാം. ഐ മീൻ അങ്ങനെയല്ല, ലൈഫിൻ്റെ ഒരു ജേർണി പരിപാടി ഉണ്ടല്ലോ. ഫ്രം യുവർ ആ ഒരു ചെറിയ ഗ്രേഡ് തൊട്ട് കുറേ മൈൻഡിൽ ഡ്രീംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ക്ലാസ് തൊട്ട്, ആ ഗ്രേഡ് തൊട്ട് ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രം യുവർ 5th സ്റ്റാൻഡേർഡ് തൊട്ടൊന്ന് പറയാമോ? 5th സ്റ്റാൻഡേർഡ് തൊട്ട്? കാരണം അതിനു മുമ്പുള്ള ടൈമൊക്കെ ചിലപ്പോൾ നമ്മൾ ചുമ്മാ മറ്റേ LKG UKG എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ സത്യത്തിൽ LKG UKG തൊട്ട് ഓർക്കുന്നുണ്ട്. എന്റെ സ്കൂൾ ടൈം ഒക്കെ ഞാൻ ഇപ്പോഴും ഭയങ്കര മെമ്മറി. അയ്യോ ശരിക്കും ചിലർക്ക് നേരെ ഓപ്പോസിറ്റ്. ഞാൻ ഭയങ്കര കുരുപ്പായിരുന്നു, എനിക്ക് ഇഷ്ടമായിരുന്നു. ഭയങ്കര ഞാൻ ഭയങ്കര പഠിക്കാനല്ല, പഠിക്കാൻ സ്കൂളിൽ പോയി എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ സ്കൂളിൽ പോയി കളിക്കാൻ ഭയങ്കര രസമുള്ള പരിപാടിയാ. എന്റെ കുറെ ഫ്രണ്ട്സ് PT പീരീഡ് ഞാനാണെങ്കിൽ മറ്റേ ഗാങ് ലീഡർ കളിക്കുകയാണ്. ഞാൻ മറ്റേ ഗാങ് ലീഡർ, ഓക്കെ ഞാൻ പറയും അങ്ങനെയൊക്കെ. എനിക്ക് മെയിൻ ആവാൻ ഭയങ്കര ഇഷ്ടമായിരുന്നുണ്ട്. അപ്പൊ ഞാൻ പോയിട്ട് മെയിൻ ആവും എല്ലായിടത്തും. പിന്നെ ഗാങ് അപ്പം മറ്റേ PT പീരീഡ് ഒക്കെ വരുമ്പോഴത്തേക്കും ഞാൻ തന്നെ മറ്റേ ഗ്രൂപ്പൊക്കെ കൂട്ടും, എല്ലാരെയും കൂടെ ഇരുന്നിട്ട് ഞാൻ തന്നെ ഓക്കെ നമുക്ക് ഇന്ന് ഈ ഗെയിം കളിക്കാം. ആരും പറഞ്ഞ് നിയമിച്ചോന്നല്ല കേട്ടോ, ഞാൻ തന്നെ നിയമിച്ചത്. ഞാനാണ് ഇന്ന് നിയമങ്ങൾ പറയാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഗൈഡ് ചെയ്യുന്നു. അതെ, കോമഡി എന്ന് വെച്ചാൽ എനിക്ക് ആ സമയത്ത് വേറെ, അപ്പൊ ചില പിള്ളേർക്ക് ഇങ്ങനെ ആഗ്രഹം ഉണ്ടാവും ഞങ്ങൾ റൂൾസ് പറയാം എന്നൊക്കെ. ഞാൻ സമ്മതിക്കില്ല, നിങ്ങൾ പറഞ്ഞിട്ട് ശരിയാവുന്നില്ല എന്നൊക്കെ. ആ മൂഡ് പിടിക്കും ഞാൻ, ശരിയാവുന്നില്ല, അതുകൊണ്ട് ഞാൻ തന്നെ പറയാം, കൺവിൻസ് ചെയ്യും. ഞാൻ ഇപ്പൊ ഞാൻ നീ ആരാ അന്നത്തെ തന്നെ ആലോചിക്കുമ്പോഴത്തേക്ക് ഞാൻ കൺവിൻസ് ചെയ്യാൻ റെഡി ആയിരുന്നു. പക്ഷെ ഞാൻ ആർക്കും ചാൻസ് കൊടുത്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ
അങ്ങനെ ഇങ്ങനെ സ്കൂൾ ലൈഫ് ഇങ്ങനെ പോകുന്നു. സ്കൂൾ ലൈഫ് ഇങ്ങനെ പോകുന്നു. ഹൈസ്കൂൾ ആവുന്നു. ഹൈസ്കൂൾ ആവുന്നു. പഠിക്കാൻ കുറേ വരുന്നു. ടമ്മി ഏതായിരുന്നു ഏറ്റവും പാടുള്ളത്? അല്ലേ? ഏത് പോഡ്കാസ്റ്റിൽ മാത്സിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 100 നാവാം. 87 ഹൈയസ്റ്റ്. വീട്ടിൽ 13 കണ്ട പ്രാവശ്യം എനിക്ക് കിട്ടി ഔട്ട് ഓഫ് 80. വീട്ടിലെ പപ്പയൊക്കെ പാർട്ടി നടത്തി. ഞാനൊരു കാര്യം പറഞ്ഞു, എനിക്ക് 2 കിട്ടിയിട്ടുണ്ട്. എടി എനിക്ക് 1/2 വരെയുണ്ട്. എൻ്റെ ഇപ്പുറത്തിരുന്ന ഒരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു. അതായത് ഈ സ്കൂളിൽ ഇരിക്കുന്നത് എന്തും പറയാം. ഈ റോൾ നമ്പർ അനുസരിച്ചാണല്ലോ ബെഞ്ചിലിരിക്കുന്നത്. അപ്പം എൻ്റെ പേര് ശംഭു എസ് കണ്ടത്തിൽ. അപ്പോൾ എസ് എൻ്റെ തൊട്ടപ്പുറത്ത് എസ് കൂട്ടി തന്നെ വേറൊരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ അവന് 50-ൽ 48 കിട്ടും. കരയോ എന്നിട്ട് 48 കിട്ടിക്കഴിയുമ്പോൾ ഓ മൈ ഗോഡ് ഡാഡിനെ വഴക്ക് പറയും. ഷെറ്റ് ഒരു മാർക്കിന് വേണ്ടി ക്ലാസ് കഴിഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യും? ഓടിപ്പോയി സ്റ്റാഫ് റൂമിൽ ചെന്നിട്ട് എനിക്ക് 1 മാർക്ക് വേണം പ്ലീസ്, എൻ്റെ ഡാഡി വി ബോൺ ബാർബിൻ ഡൽഹി. സോ പപ്പ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇങ്ങനെയൊക്കെ ഞാൻ 1/2 മാർക്ക് കിട്ടി അതിൽ ജയിക്കുമല്ലോ എന്ന് ഓർത്തിട്ട് സത്യം ഞാനിപ്പോഴും കൊണ്ടിട്ട് അമ്മീ ചിലപ്പം 80-ൽ എത്ര 80 24 ജയിക്കാൻ 23 കിട്ടിയെങ്കിൽ ഞാൻ ടീച്ചർ മിസ് 1/2 മാർക്ക് കൂടെ തരുമോ? 23 കിട്ടിയിട്ടുണ്ടോ? അല്ല കിട്ടിയാൽ ഞാൻ പറയാം. സത്യം പറ കിട്ടിയിട്ടില്ല. ഞാൻ തോറ്റ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ 2 കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ അറിയുന്നത് എൻ്റെ കലോത്സവ വേദിയിൽ വെച്ചിട്ടാ. 2 മാർക്ക്. ഞാൻ കലോത്സവം 3 ദിവസം എനിക്ക് ഇതുണ്ടായിരുന്നു, ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ്സിൽ നിന്ന് പോവാം. അല്ല പക്ഷെ ഐ വാസ് ഗുഡ് അറ്റ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ്. അപ്പൊ സ്കൂളിന്റെ പ്രതീക്ഷ ഞാനായിരുന്നു. ഞാൻ പ്രതീക്ഷ അല്ലെങ്കിലും കോ കരിക്കുലർ ആക്ടിവിറ്റീസിൽ അപ്പൊ അവിടെ എനിക്ക് സ്റ്റാർ ആവാൻ പറ്റുന്നു. അപ്പൊ പോവും. അപ്പം എനിക്ക് 3-4 ദിവസം കോമ്പറ്റീഷൻ ഏതൊക്കെയോ ഐറ്റംസ് ആയിട്ട് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ സ്കൂളിലില്ലായിരുന്നു, ക്ലാസ് അവിടെ നടക്കുന്നുണ്ടല്ലോ. അപ്പം ഞാൻ ക്ലാസ്സിലിരുന്ന സമയത്ത് അവിടെ പേപ്പർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്, ഏതോ ടേം എക്സാമിൻ്റെ പേപ്പർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് ആ സമയത്താണ്. ഞാൻ എവിടുന്നോ ഒരു കരക്കമ്പി കേട്ടു, ഞാൻ തോറ്റു. ഞങ്ങളുടെ മിസ്സാണ് എൻ്റെ ഏതോ ഒരു ഐറ്റത്തിന് നമുക്കിങ്ങനെ വോളണ്ടിയർ ചെയ്യാനൊരു ടീച്ചർ ഉണ്ടാവുമല്ലോ ആയിട്ട് വന്നേക്കുന്നത്. ഇതേ മിസ് തോറ്റുന്നേ കേട്ടിട്ടുള്ളൂ, മാർക്ക് അറിയത്തില്ല. അപ്പോഴും ഇല്ലില്ല, മാർക്ക് അറിഞ്ഞു എത്ര, അതായത് ലൈക്ക് 5-ന് താഴെ എന്തോ അങ്ങനെ എന്തോ ഞാൻ അറിഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി ഓക്കെ ഇനി ക്ലാസ്സിലേക്ക് തിരിച്ചേറാൻ പറ്റില്ല. പക്ഷെ കോമ്പറ്റീഷന് വൻ പെർഫോമൻസ് എനിക്ക്. പക്ഷെ എന്റെ പേടി, പക്ഷെ ഈ ടീച്ചർ ഓർക്കുന്നില്ല എനിക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന്. പക്ഷെ ഇവരെന്നെ കണ്ടിട്ട് മുഖമൊന്നും കാണിക്കുന്നില്ല. അപ്പൊ എനിക്ക് ടെൻഷനായി. ചില ടീച്ചേഴ്സ് ഉണ്ടല്ലോ മറ്റേ സൈലന്റ് ട്രീറ്റ്മെന്റ് തരും. അപ്പൊ ഞാൻ മിസ് എന്നൊക്കെ പറഞ്ഞിട്ട് മുഖത്ത് ചിരിച്ചടിക്കും. പിന്നെ എനിക്ക് മനസ്സിലായി ടീച്ചർ അറിഞ്ഞിട്ടുണ്ടെന്നാണ്. ടീച്ചർ മറന്നുപോയതാ. കലോത്സവം കഴിഞ്ഞ് ക്ലാസ്സിൽ ചെന്നിട്ട് ഇങ്ങനെ പേപ്പർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അപ്പം ഞാൻ നോക്കുമ്പോൾ പിള്ളേർ പറഞ്ഞാൽ ശരിയാ 2 മാർക്ക് 80-ൽ. എങ്ങനെ സ്റ്റെപ്പിനാണോ കിട്ടിയത് അതോ മാത്സിനാണോ? അത് കോപ്പി അടിച്ച് കിട്ടിയ 2 മാർക്ക്. അത് ആരുടെ ആയിരുന്നു ആ 2 മാർക്കിന്റെ കോപ്പി? ഏത് ഫ്രണ്ടിന്റെ ആയിരുന്നു? ഞാൻ പേപ്പർ നിറച്ചെഴുതിയിട്ടുണ്ട്. എന്തെഴുതിയിട്ടുണ്ട്? അക്ഷരോ? എന്തൊക്കെയോ ഞാൻ എന്റെ അറിവിൽ എന്റെ എന്നിട്ട് അത് കോമഡി അതല്ല, ഞാൻ മാർക്ക് കൂട്ടുമ്പം ഞാൻ ജയിച്ചിട്ടുണ്ട്. അതായത് ഞാൻ കൂട്ടുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ സ്റ്റെപ്പ് എഴുതാതെ ആൻസർ എഴുതിയാലും ഒക്കെ ഇതിന് ആൻസർ എഴുതുന്നുള്ളൂ. അതുകൊണ്ട് 1 മാർക്ക് കിട്ടും. മിസ്സിന്റെ ധാരണയിൽ അതിന് മിസ് എനിക്ക് 1 മാർക്ക് തരില്ല. കണക്കിന് സ്റ്റെപ്പ് എഴുതാതെ ആൻസർ എഴുതുന്നു, ചുമ്മാ കോപ്പി അടിച്ചൊക്കെ എഴുതുവാണ്. അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും അവിടുന്ന് ഇവിടുന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ധാരണ നിനക്ക് 1 മാർക്ക് 2 മാർക്ക് കിട്ടുന്ന. പക്ഷേ ഇല്ല, ഞാൻ മറ്റേ ലാവിഷായിട്ടാണ് കണക്ക് കിട്ടുന്നത്. ജയിച്ചു, യെസ് സെറ്റ്. ഞാൻ വീട്ടിൽ ചെന്നൊക്കെ പറയും ഞാൻ ജയിക്കും, എന്തായാലും ജയിക്കും എന്ന് പറയും. പക്ഷെ ജയിക്കില്ല. മാർക്ക് ഞാൻ ഞെട്ടും. എൻ്റെ ഇമാജിനേഷനിൽ പോലും ഇല്ല 2 മാർക്ക് കിട്ടുന്നത്. പക്ഷെ എൻ്റെ അമ്മേ, എങ്ങനെ ആ കാലഘട്ടമൊക്കെ എങ്ങനെ പോയില്ലേ? ഇക്വേഷനൊക്കെ മാർക്ക് കിട്ടിയല്ലേ? അര മാർക്കൊക്കെ ഇക്വേഷൻ. അര മാർക്ക് A² B² sin θ × cos. +1 +2 ഭേദമായിരുന്നു. ഞാൻ കൊമേഴ്സ് ആയിരുന്നു. പക്ഷെ ഞാൻ കമ്പ്യൂട്ടർ സയൻസ് എന്തിനാ എടുത്തേ? എനിക്ക് അറിഞ്ഞൂടാ. സയൻസ് എടുക്കാൻ പറഞ്ഞു ഞാൻ. ബിക്കോസ് ഓഫ് യുവർ റിലേറ്റീവ്സ്? നോ, നോട്ട് റിലേറ്റീവ്സ്. സാധാരണ എങ്ങനെയാണ് സയൻസ് എടുക്കുമ്പോൾ ഒരു വെയിറ്റ് ഉണ്ടല്ലോ, സയൻസ് എടുത്തത്. അവിടെയും വെയിറ്റ് നോക്കി. അല്ലല്ല, എന്നോട് വീട്ടിൽ പറഞ്ഞ സയൻസ് എടുക്കാൻ. ഞാൻ വല്ല ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ എടുത്ത് പഠിച്ചാണ്. കൊമേഴ്സ് എന്താണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ എന്നാലും ഹ്യൂമാനിറ്റീസ് വെറുതെ വായിച്ചാൽ എഴുതാം എന്നൊക്കെ എന്നോട്. അതിന് വായിക്കണ്ടേ? തിയറിയാ കൂടുതൽ. അത് ഹ്യൂമാനിറ്റീസ് ആകുമ്പോൾ എനിക്ക് ചരിത്രമൊന്നും ഇഷ്ടമല്ല. ഇത് ഞാൻ വായിക്കണേ. അറ്റ്ലീസ്റ്റ് മാത്സ് ഇല്ല അതിനകത്ത്. ഇല്ല, എന്നാലും
പക്ഷേ പിന്നെ എന്നോട് ആരാണ്ട് പറഞ്ഞു ഞാൻ 10th വരെ CBSE പഠിച്ചത്. CBSE പഠിച്ചിട്ട് സ്റ്റേറ്റ് സിലബസിലേക്ക് പോയാൽ ഇഷ്ടം പോലെ മാർക്ക് കിട്ടും, പഠിക്കേണ്ട ഇഷ്ടം പോലെ ഞാനും CBSE കഴിഞ്ഞിട്ട് സ്റ്റേറ്റ് അത് ചതിയല്ലേ ശരിക്കും. അത് ആരോ പറഞ്ഞു പറ്റിച്ചേക്കുന്നത്, എന്നിട്ട് ഞാൻ അവിടെ ചെന്നിട്ട് ഉഴപ്പിക്കളഞ്ഞു. പക്ഷെ ഭേദം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് +1 +2 മാത്സ് ഒക്കെ ഞാൻ ഫാർ ബെറ്റർ ആയിരുന്നു. ജയിച്ചോ? അല്ല ഐ മീൻ ജയിക്കുന്ന മാർക്ക് ഉണ്ടായിരുന്നു? ഞാൻ തോറ്റിട്ടില്ല അവിടെ. ഞാൻ സ്റ്റേറ്റ് സിലബസ് തോറ്റിട്ടില്ല. ഇല്ല, ജയിച്ചിട്ടാണ്. CBSE ഇരുന്ന് തോറ്റതാ ഞാൻ. അതിന്റെ കാരണം അതിന്റെ കാരണം എന്തായിരിക്കും? അതിന്റെ കാരണം സ്കൂളിന് മറ്റേ 99% ഞാനൊരു അപമാനം എന്നൊരു പേടി ഉണ്ടായിരുന്നല്ലേ? ഇല്ല, അങ്ങനെയല്ല. ഞാൻ ഭയങ്കര മോശം സ്റ്റുഡൻ്റ് അല്ലായിരുന്നു. ഒബ്വിയസ്ലി മാത്സിന് ഭയങ്കര മോശമായിരുന്നു ഞാൻ. എന്നാലും വേറെ സബ്ജക്ട്സ് എങ്ങനെയെങ്കിലും ഒക്കെ ഞാൻ പാസ്സാവുമായിരുന്നു. ഞാൻ എങ്ങനെ കൊമേഴ്സ് എടുത്തേ? കൊമേഴ്സിനകത്ത് മാത്സ് ഇല്ല, അക്കൗണ്ടൻസി ഉണ്ട്. പക്ഷേ അറിയോ അക്കൗണ്ടൻസി? ഇല്ല, കേട്ടിട്ടുണ്ട്. എന്താ? അല്ല, മറ്റേ ടാലി ആക്കുന്നതും ബാലൻസ് ഷീറ്റ്, അതും വലിയ പ്രശ്നമാണ്. ഞാനത് കുറച്ച് തിയറി കണക്ക് കൂട്ടാനുണ്ട്. പക്ഷെ ഇറ്റ്സ് ലൈക്ക് വി ഹാവ് ടു ഡ്രോ ദ ടേബിൾ, റീകൺസിലേഷൻ, റിയലൈസേഷൻ, ബാലൻസ് ഷീറ്റ്. അതെന്താണത്? അക്കൗണ്ടൻസിക്കകത്തോ? തീറ്റ മറ്റേത് സൈൻ തീറ്റ കോസ് തീറ്റ. അതല്ലാതെ ഇങ്ങനെ ട്രിഗ്നോമെട്രി അല്ല, സ്റ്റാറ്റിസ്റ്റിക്സ് ആണോ? പൈതഗോറസ് തിയറം, അതിലാ ഞാൻ ജയിച്ചത്. പക്ഷെ എനിക്ക് ട്രിഗ്നോമെട്രി ഈസി ആയിരുന്നു. ട്രിഗ്നോമെട്രി പലർക്കും പാടാം, പക്ഷെ എനിക്ക് ട്രിഗ്നോമെട്രി ഈസി ആയിരുന്നു. ട്രിഗ്നോമെട്രി എനിക്ക് മനസ്സിലായി. നമ്മൾ ആ സൈൻ തീറ്റ കോസിന്റെ വാല്യൂ പഠിച്ചു കഴിഞ്ഞാൽ ട്രിഗ്നോമെട്രി എന്തെങ്കിലുമൊക്കെ വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടെങ്കിലൊക്കെ എഴുതാൻ പറ്റും. ബാക്കി അതേ +1 +2 ഞാൻ ഭേദമായിരുന്നു. CBSE ഇരുന്ന് മെഴുകിപ്പോയി ഞാൻ. അയ്യോ, എനിക്ക് വിഷമമായിപ്പോയി. പക്ഷെ എന്റെ മോട്ടീവ് ഫൈനൽ എക്സാമിന് പാസ്സാവുക എന്നുള്ളതാണ്. ഞാൻ ചെയ്തിട്ടുണ്ട്. 10ാം ക്ലാസ്സിന്റെ CBSE എക്സാമിന്, അല്ല എല്ലാ ക്ലാസ്സിന്റെ ഫൈനൽ എക്സാമിന് ഞാൻ പാസ്സാവും. ടേമും മിഡ്-ടേമും അത് കോളേജ് ഇതിന്റെ സ്ട്രെസ് കാരണം ഓണം വെക്കേഷൻ എൻജോയ് ചെയ്യാൻ പറ്റില്ല. ക്രിസ്മസ് വെക്കേഷൻ അയ്യോ പേപ്പർ കിട്ടും. ചില ടീച്ചേഴ്സ് ഉറക്കെ വിളിച്ചു പറയും മാർക്ക്. ശംഭു ഹാഫ് എന്നൊക്കെ പറഞ്ഞു. കാരണം എന്റെ തൊട്ട് ഫ്രണ്ട് വേറെ അവൻ പിന്നെ ഔട്ട് ഓഫ് 50 48.5, that means around 49. Next Shambhu is കണ്ടത്തിൽ half. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം മിസ്സിനെ അടുത്ത് പോയി പറഞ്ഞു, മിസ് ഇങ്ങനെ പറയാതെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ? ഏത് ചെറിയ വെടി 4 3 വെടി 4 പറയാതിരിക്കാൻ പറ്റുമോ? ഇനി അതാണ്. പിന്നെ പറഞ്ഞു മിസ് തന്നെ ഉറക്കെ പറഞ്ഞു, ശംഭുവിന്റെ മാർക്ക് മാത്രം ഉറക്കെ പറയുന്നില്ല, തോറ്റിട്ടുണ്ട് എന്ന് പറഞ്ഞ് പേപ്പറൊക്കെ തരും. എനിക്ക് TPക്ക് ക്ലാസ് ടെസ്റ്റ് പേപ്പർ ഉണ്ട്. അയ്യോ 10 20 ആയിരിക്കും അല്ലേ? 10 എത്ര കിട്ടും? കുഴപ്പമില്ല, 10 മാർക്കല്ലേ കുറഞ്ഞുള്ളൂ. അത് 6th പഠിക്കുമ്പോൾ എനിക്കാണ് ടീച്ചറിനെ പേടിയായിരുന്നു. എനിക്ക് അവര് പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ, പിന്നീട് അവർ ഭയങ്കര സോഫ്റ്റ് മിസ്. എനിക്കൊന്ന് അവരുടെ ഫസ്റ്റ് ആക്ടിങ് തിരിച്ചറിയാൻ പറ്റത്തില്ല. അല്ല അവരെനിക്കൊന്ന് കുറച്ച് കൂൾ പേഴ്സൺ ആണ്. അവരെനിക്കൊന്ന് അന്ന് അവരുടെ ഫസ്റ്റ് പോസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് സ്ട്രിക്ട്നെസ് ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഭയങ്കര സ്നേഹം, നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു ടീച്ചർ. അങ്ങനെയൊക്കെ ഞാൻ പഠിക്കത്തില്ലാത്തതുകൊണ്ട് എന്നെ ഇഷ്ടമല്ലായിരുന്നു തോന്നുന്നു. ഇപ്പോൾ ആ ടീച്ചർ വിളിച്ചിട്ട് എന്തൊക്കെ പറയാം? ഇപ്പം വിളിക്കാറൊന്നുമില്ല, പക്ഷെ കാണുമ്പോൾ സംസാരിക്കുകയൊക്കെ ചെയ്യും. ഭയങ്കര സ്നേഹമാണ് പുള്ളിക്കാരിക്ക്. പക്ഷെ അന്ന് പഠിക്കാത്തോണ്ടായിരിക്കും. അവരെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് പിന്നെ വീട്ടിൽ TV കാണാറുണ്ട് മോളെ, അതും പറയുന്നു. ഞാൻ സേഫായി രക്ഷപ്പെട്ടതാ. എങ്ങനെയോന്നല്ലേ അങ്ങനെ. പക്ഷെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യമാണ് നമ്മൾ പഠിക്കാത്തത്. ഇതേ ഞാനാണ് ക്യാബിൻ ക്രൂ ആകാൻ പോയപ്പോൾ ഞങ്ങൾക്ക് അവിടെ എല്ലാ ആഴ്ചയും, അതായത് ഒരാഴ്ച ഒരു സബ്ജക്റ്റ് പഠിപ്പിക്കും. അങ്ങനെയാണ് എല്ലാ ആഴ്ചയും വീക്കെൻഡ് ഇതുണ്ടാവും, എക്സാം ഉണ്ടാവും ആ സബ്ജക്റ്റിന്. നമുക്ക് 90% മാർക്കോടെ വേണം നമ്മൾ പാസ്സാവാൻ. 90% നമുക്ക് വേണം. പിന്നെ ഫൈനൽ എക്സാമിന് DGCAയുടെ എക്സാം ഉണ്ട്. എക്സാമിന് നമ്മൾ 80% നമ്മൾ സ്കോർ ചെയ്യണം. അത് അന്ന് 80% സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആഴ്ചയിലുള്ള എക്സാമിന് 90% അവർ പറയുന്നത്.
ഓ, അത് ഞാൻ വാങ്ങിച്ചു പാസ്സായി. അപ്പം എനിക്ക് മനസ്സിലായി ഇൻട്രസ്റ്റ് ഇല്ലാത്ത കുറച്ച് ടഫാണ്, ബട്ട് സ്റ്റിൽ ഐ വാസ് റെഡി ടു ലേൺ. പാഷൻ ഉള്ളതുകൊണ്ട് മറ്റത് Go get right. ഇതൊക്കെ പഠിച്ചിട്ട് എവിടെ മൂടായിരുന്നു എനിക്ക്. മനസ്സേ തളർന്ന എനിക്ക് 10ാം ക്ലാസ് പഠിക്കണ്ട എന്നൊക്കെയുള്ള മൂഡിലാണ് ഞാൻ ഇരുന്നത്. പക്ഷേ മറ്റേതെന്ന് വെച്ചാൽ ഇതാവണം എന്നുള്ളൊരു ചെറുപ്പം മുതലുള്ളൊരു ആഗ്രഹം കൊണ്ട് അതെന്തായാലും പഠിക്കണം എന്നുള്ളതുകൊണ്ട് ഇരുന്ന് പഠിച്ചിട്ട് അപ്പം ഞാൻ ആലോചിക്കും, ഈ ഞാനാണോ ഇവിടെ ഇരുന്ന് 98 ഒക്കെ സ്കോർ ചെയ്തത്? സ്കോർ ചെയ്തു. അതെ, പക്ഷെ എനിക്ക് ടഫായിരുന്നു കേട്ടോ, കാരണം എനിക്ക് പ്രാക്ടീസ് ഇല്ലാത്ത പരിപാടി വേണ്ട, കുറച്ച് ടഫായിരുന്നു. ലൈക്ക് ഐ ഹാഡ് ടു പഠിക്കൽ അത്രയും ഐ ഹാഡ് ടു. പക്ഷെ അച്ചീവ് ചെയ്തെടുത്തില്ലേ? അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ വിവരമുണ്ട് തലയ്ക്ക്. അപ്പൊ അങ്ങനെ +2 കമ്പ്യൂട്ടർ സയൻസ്. നെക്സ്റ്റ് +2 കഴിഞ്ഞു, നല്ല മാർക്കോടെ പാസ്സായി. കുഴപ്പമില്ല, അത്യാവശ്യം 70%. അതാണ് കുഴപ്പമില്ല. അല്ല ഞാൻ അങ്ങനെ ഒരു ഹംബിൾനെസ് കുഴപ്പമില്ല, 70 കുഴപ്പമില്ല. +2 കഴിഞ്ഞ് പിന്നെ അതിലും വലിയ കോമഡി. +2 കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ആഗ്രഹങ്ങളൊക്കെ മറ്റേ കൊമ്പത്താണ്. അതിപ്പോഴും അങ്ങനെയാണല്ലോ. സത്യം. എന്നിട്ട് അതിന് വേണ്ടി വല്ല ചെയ്യുമോ അതും ഇല്ല. എന്നിട്ട് ഞാൻ അന്ന് എനിക്ക് +2 കഴിഞ്ഞപ്പം എൻ്റെ ആഗ്രഹം, അപ്പം എനിക്ക് പണ്ടേ ഞാൻ പാഷനേറ്റ് ആയിരുന്നത് ക്യാബിൻ ക്രൂ ആവണം എന്നുള്ള മൂടായിരുന്നു. പക്ഷെ എനിക്ക് ഞാൻ ഓർത്തു കോളേജ് നമ്മൾ ഈ ടി വിയിൽ കാണുന്ന പോലെ കോളേജ് ലൈഫൊക്കെ, എൻ്റെ വിചാരം ഞാൻ ചോക്ലേറ്റിലെ റോമയായിരുന്നു എന്നാണ്. അപ്പം ഞാൻ വിചാരിച്ചു കോളേജിലൊക്കെ പോയി അങ്ങനെ കുറച്ച് ഷോ ഒക്കെ കാണിച്ചിട്ട് ഗ്യാങ് ലീഡർ മെയിൻ ആവണല്ലോ. അപ്പം 3 വർഷം മെയിനായിട്ട് പോയിട്ട് ചെയ്യാം, മറ്റേ ഏവിയേഷൻ കോഴ്സ് ചെയ്യാമെന്ന്. സത്യത്തിൽ ഏവിയേഷൻ കോഴ്സിൻ്റെ ആവശ്യമില്ല, ബേസിക്കലി ബേസിക് +2 ആണ് ചോദിക്കുന്നത്. പക്ഷെ അന്ന് ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു അവിടെ ഏവിയേഷൻ പഠിക്കാൻ പോകണം. എന്നിട്ട് ഞാൻ പോയിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഏവിയേഷൻ കോഴ്സ് അല്ല, പിന്നെ കോളേജിൽ അന്വേഷിച്ചത്. ഏത് കോളേജിലാ എന്ന് ഗസ് ചെയ്യുക. ഏവിയേഷനുള്ള കോളേജല്ലേ? അല്ല, പിന്നെ എനിക്ക് ആദ്യമേ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അല്ല, ഡിഗ്രിക്ക് ആദ്യം ജോയിൻ ചെയ്യണം. ആദ്യമേ ഒരു പ്ലാൻ എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ 18 years കഴിഞ്ഞിട്ട് ഐ എം ഗോയിങ് ടു മൂവ് ഔട്ട് ഓഫ് മൈ ഹൗസ്. മൂവ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റേ പേരൻസിനെ വിട്ട് അങ്ങനെയല്ല. ഐ വോണ്ട് ടു ലേൺ മൈ സെൽഫ്. എനിക്ക് എന്നെ തന്നെ പഠിക്കണമായിരുന്നു, പിന്നെ പുറത്തെ കാര്യങ്ങൾ തനിയെ പഠിക്കണമായിരുന്നു, പാർട്ട് ടൈം വർക്ക് ഒക്കെ ചെയ്ത്. അപ്പം എനിക്ക് തന്നെ ഏൺ ചെയ്യണമായിരുന്നു. എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് അപ്പം ഞാൻ ചെറുപ്പം മുതലേക്കോ വെസ്റ്റേൺ കൾച്ചറിൽ ഇങ്ങനെ ആളുകൾ 18 വയസ്സ് കഴിഞ്ഞ് പിള്ളേരെ അവരുടെ വഴിക്ക് വിടും എന്നൊക്കെ പറയും. എനിക്കതുപോലെ അപ്പം ഞാൻ ആലോചിച്ച് ഞാൻ എന്നെ തന്നെ ഡിസ്കവർ ചെയ്യണം, ഇവോൾവ് ചെയ്യണം. പിന്നെ എനിക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ലൈക്ക് ഐ എം ഓപ്പൺ ടു തിങ്സ്. എനിക്കിപ്പോൾ നേരത്തെ പറഞ്ഞില്ല തെറ്റാണെന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ശരി എന്താ എന്ന് പറഞ്ഞാൽ എനിക്ക് ശരിയാക്കാൻ ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ ഭയങ്കര അതെ ഭയങ്കരമായിരുന്നു. എന്നിട്ട് അപ്പം ഞാൻ വിചാരിച്ചു, അല്ല അതെന്നെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ, വേറെ കാര്യം. അപ്പം അതുകൊണ്ട് എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. 18 വയസ്സ് കഴിഞ്ഞിട്ട് ഡെഫിനറ്റ്ലി ഐ എം ഗോയിങ് ടു മൂവ് ഔട്ട് ഓഫ് മൈ ഹൗസ്. എൻ്റെ പേരൻസും ഓക്കെ ആയിരുന്നു. അവർ ഓക്കെ, അവർ ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്, അത്രയേ ഉള്ളൂ. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞ് ഞാൻ ഇപ്പം ഹോസ്റ്റിംഗ് ഒക്കെ ചെയ്യാൻ പോയായിരുന്നു. അപ്പം ഒരാഴ്ച 2 വീക്കെൻഡ് ഞാൻ പോയി ചെയ്താൽ 2000 രൂപ കിട്ടും ഹോസ്റ്റിംഗ് ചെയ്താൽ. ആ ടൈമിൽ അപ്പം നമുക്ക് ആ സമയത്ത് അത് മതിയല്ലോ, 2000 രൂപ ധാരാളം. 2014 അടിപൊളിയാ. അതെ, കോളേജിലൊക്കെ 1500 ആയിരുന്നു മാസം എനിക്ക്. അതെ, എന്നിട്ട് അതിന് നമുക്ക് ഡ്രസ്സൊക്കെ മേടിക്കാൻ അടിപൊളിയാണ്. ആങ്കറിങ് പോയി. അപ്പൊ അല്ല, ആങ്കറിങ് അല്ല, അതിന് മുമ്പ് കോളേജിൽ. അപ്പൊ എന്റെ ധാരണ ഞാൻ കോളേജിൽ പോവാണ്. ഹൈടെക് കോളേജാണ് എന്റെ പേടി. ഒന്ന് ഗസ് ചെയ്യും ഞാൻ ഏത്, എന്റെ മാർക്ക് വെച്ചിട്ട് എന്റെ വിവരം വെച്ചിട്ട് ഞാൻ ഏത് കോളേജിലായിരിക്കും മെയിൻ ആവാൻ പോകാൻ ആഗ്രഹിച്ചത്? എറണാകുളം തന്നെ. എറണാകുളം കോഴ്സ് എന്തായാലും കുഴപ്പമൊന്നുമില്ല. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ആയിരുന്നു എൻ്റെ ആഗ്രഹം കേട്ടോ, അത് വേറെ കാര്യം. പക്ഷെ ആ കോളേജിൽ ഏത് കോഴ്സ് കിട്ടിയാലും ഞാൻ പോയിരുന്നു. പക്ഷെ എനിക്ക് ഞാൻ ഏത് കോഴ്സും എന്ന് വെച്ച് കഴിഞ്ഞാൽ 2014 ഞാൻ പാസ് ഔട്ട് ആയ സമയം കറക്റ്റ്. ഞാൻ പഠിച്ച കോളേജിലായിരിക്കും ഏതായാലും. അല്ല, എനിക്ക് മിക്സ്ഡ് കോളേജിൽ പഠിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ശരി. പക്ഷേ എനിക്കൊരു ഗേൾസ് കോളേജ് ആണെങ്കിലും ഓക്കെ. ഈ ഗേൾസ് കോളേജാണ്, വിമൻസ് കോളേജ് ആണെങ്കിൽ എനിക്ക് ഓക്കെയാണ്. അങ്ങനെയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ കൊട്ടപ്പടി മാർക്കും കൊണ്ട് ഞാൻ അവിടെ കിട്ടുന്നത്. ലാസ്റ്റ് കിട്ടിയില്ല. എൻ്റെ മാനേജ്മെന്റ് നോക്കാൻ ചെന്നപ്പോൾ അവിടെ സീറ്റൊന്നും ബാക്കിയില്ല. BA ഭരതനാട്യത്തിന് മാത്രമേ സീറ്റുള്ളൂ. അത് ചേർന്ന് കാണും. ഇല്ല, ഭരതനാട്യം പഠിക്കാൻ എനിക്ക് അവിടെ വെച്ചായിരുന്നു. കലാമണ്ഡലത്തിൽ പോയല്ലോ ഭരതനാട്യം പഠിക്കാൻ. അപ്പോൾ അടുത്ത് ഇല്ല. അപ്പോഴും ഞാൻ തളർന്നില്ല, അതിൻ്റെ അമ്മ തളർന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു തളരരുതമ്മേ തളരരുത്, നമുക്ക് അപ്പുറത്ത് വേറെ കോഴ്സ് ഉണ്ട്. അതെ. എന്നിട്ട് ഞാൻ 1 വർഷം പോയിട്ട് ഏവിയേഷൻ പഠിച്ചു. ഏവിയേഷൻ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അത് നമ്മൾ അറിയില്ലേ, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ വിഷമിച്ചാലോ അതിൻ്റെ മറ്റേ
കിടിലനായിട്ട് അപ്പുറത്ത് ഉണ്ടാവും. പിന്നല്ല. ഞാൻ 19 ഇയേഴ്സിൽ അല്ല 18 ഇയേഴ്സിൽ ഞാൻ പഠിച്ചു. 19 ഇയേഴ്സിന്റെ ബർത്ത്ഡേക്ക് എനിക്ക് ജോലി കിട്ടുന്നത്. 19 ഇയേഴ്സിൽ സെൽഫ് ഏർണിംഗ് പരിപാടി. 19 ആ ടൈമിൽ ബർത്ത്ഡേയുടെ അന്നാണ് എനിക്ക് ഓഫർ ലെറ്റർ കിട്ടുന്നത്. ഓ ഭയങ്കരം, അടിപൊളി. എന്നിട്ട് ഞാൻ ഡൽഹിയിലേക്ക് പോയി. ഡൽഹി പോയി അവിടുന്ന് കുറേ അതൊരു ലെസൺ ആയിരുന്നു കേട്ടോ. ഞാൻ ഡിറ്റാച്ച്ഡ് ഫ്രം ഹോം. ഡിറ്റാച്ച്ഡ് ഫ്രം ഹോം. ന്യൂ പീപ്പിൾ എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ ദ ലാംഗ്വേജ്. നമ്മൾ ഹിന്ദി മറ്റേ സ്കൂളിൽ ജൂഹിക്ക് കലിയൊക്കെ പഠിക്കുന്നതല്ലാണ്ട് എനിക്കൊന്നും അറിയത്തേ ഇല്ല. അതാ തുമാരാനം ക്യാ ഹേ പോയാണോ എന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പോയി അപ്പോൾ അവിടെ ചെന്ന് പക്ഷെ ഞാൻ എന്നിൽ ഇപ്പോഴും ഞാൻ കാണുന്ന ഒരു പോസിറ്റീവ് സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ പെട്ടെന്നൊന്നും തളർന്നു പോയില്ല. എനിക്കിങ്ങനെ പെട്ടെന്ന് ഹിന്ദി അറിയില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ പിള്ളേർ കളിയാക്കും. ബട്ട് സ്റ്റിൽ ഐ ആം ഓക്കെ വിത്ത് ഇറ്റ്. ഞാൻ ചിരിച്ചോണ്ട് അതിന് കുഴപ്പമില്ല, മനസ്സിൽ ഒരു കുഴപ്പമില്ല മോനെ മലയാളം പറയാൻ തുടങ്ങിയാന്നുള്ള മൂടോ. പക്ഷെ എന്തായാലും ഞാൻ അങ്ങനെ മാനേജ് ചെയ്യണം. അപ്പം പക്ഷെ ഡൽഹി ഇന്ന് ഞാൻ പഠിച്ച എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും എൻ്റെ കുറേ കാര്യങ്ങളിൽ എന്നെ ബോൾഡ് ആക്കിയിട്ടുള്ളത് ആ ഒരു ഡൽഹി ഇതാണ്. അയ്യോ ശരിക്കും ഇൻഡിപെൻഡൻ്റ് ആക്കിയത്, എൻ്റെ കുറേ കാര്യങ്ങളിലെല്ലാം എൻ്റെ പെർസെപ്ഷൻസ് മാറ്റിയത്, എൻ്റെ കുറേ പേടികൾ മാറിയത്, ധൈര്യം വന്നത്, എൻ്റെ കുറേ ഇൻസെക്യൂരിറ്റീസ് മാറിയത്, തന്നെ കുറേ കാര്യങ്ങൾ ചെയ്യണം എന്ന് വാശി കയറിയത്, കമ്മ്യൂണിക്കേഷൻ, കളിയാക്കലുകളിൽ തളർന്നു പോവരുത് എന്നൊക്കെയുള്ള കുറേ സാധനങ്ങൾ. നമ്മൾ പറയുമ്പോൾ ചിരിച്ചോണ്ട് പറയും. നമ്മളെ ഇപ്പൊ കുറേ ആളുകൾ നിന്നിട്ട് വട്ടത്തിൽ കൂടി നിന്ന് കളിയാക്കുമ്പോഴത്തേക്ക് ലൈക്ക് ഓ മൈ ഗോഡ് ജസ്റ്റ് ഡ്രോപ്പ് എന്ന് പറയാൻ തോന്നും. പക്ഷെ ഐ എം ലൈക്ക് അതേ പറഞ്ഞത് ചിലപ്പം എനിക്ക് ആ പ്രായത്തിൽ ചിന്തിക്കാനുള്ള ബുദ്ധി ഇല്ലാഞ്ഞോണ്ടാണോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ നമുക്ക് മണ്ടനാണെങ്കിൽ ഒരു ബുദ്ധി വേണമെന്ന് പറയില്ല, അതുപോലെ അതിൻ്റെ ആണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഐ എം ഹാപ്പി ദാറ്റ് ഐ കുഡ് ഡീൽ ഇറ്റ് ആ സമയത്ത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം ഞാനത് ആലോചിക്കുമ്പം എനിക്ക് ആ സമയത്ത് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് ഭയങ്കര വലുതാണ്. എനിക്ക് അതുകൊണ്ട് ഇപ്പോഴും കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒറ്റയ്ക്ക് വഴി വെട്ടി ഭയങ്കര ഒറ്റയ്ക്കായി പോയത്. ശരിക്കും ഞാൻ ഒറ്റയ്ക്കായി പോയി. കാരണം ഒന്നാമത്തെ കാര്യം പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ട്സ് ആ സമയത്ത് നോർത്ത് ഇന്ത്യൻ മലയാളീസ് ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. പക്ഷെ അവർക്ക് ഇത് ഓക്കെയാണ്, ബിക്കോസ് അവർ വളർന്ന സാഹചര്യമേ അതാണ്. ഒരാൾ റായ്പൂർ, ഒരാൾ ജബൽപൂർ, രണ്ടുപേരും നോർത്ത് ഇന്ത്യൻ നിന്നാണ്. ഞാൻ മാത്രമേ കേരളത്തിൽ നിന്നുള്ളൂ. അവിടെ മറ്റേ മരുഭൂമി പെയ്യുന്ന മഴ പോലെ ഒരു മലയാളി വന്നാലേ. ഇപ്പോൾ ഇവളുമാർ രണ്ടുപേരുമാണ് കമ്പനി. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവർ സപ്പോർട്ട് ചെയ്യും. എനിക്ക് ടൈഫോയിഡൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് എൻ്റെ മെൻ്റലി ഞാൻ ഒട്ടും ഓക്കെ അല്ല അവിടെ ചെല്ലുമ്പം. അതുകൊണ്ടായിരിക്കും എനിക്ക് ടൈഫോയിഡൊക്കെ വന്നിട്ട് ഞാൻ ഡോക്ടറെ അടുത്ത് നിന്ന് അഭിനയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അയ്യോ അമ്മ എന്നൊക്കെ പറഞ്ഞ് തലയിറങ്ങി വീട്ടിൽ പോണോ. ഡോക്ടർ എന്ത് പറഞ്ഞു? ആ ഡോക്ടർ പറഞ്ഞു നോക്കത്തില്ല, സൺഡേയാ നോക്കാൻ പറ്റത്തില്ല. അത് അഭിനയിക്കല്ലാതെ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. ഞാൻ എന്റെ അഭിനയമികവ് പുറത്തേക്ക് എടുത്തു. അപ്പൊ കയ്യൊക്കെ ഒടിഞ്ഞു വന്ന ആളോട് പറയും പോയിട്ട് നാളെ വരാൻ പറയും. ഞാൻ തലറങ്ങി എന്റെ ഫ്രണ്ടിലെ തോളത്തോട്ടൊക്കെ വീണു. അനങ്ങാൻ പറ്റത്തില്ല, കഴുത്തൊക്കെ ഒടിഞ്ഞ പോലെ. എന്നിട്ട് ഞാൻ തലറങ്ങി വീട്ടില്ല. അപ്പൊ ഞാൻ ആലോചിക്കും ഇങ്ങനെ ആയിരിക്കും തലറങ്ങി വീടുന്ന ആൾ ചെയ്യുന്നത്. എന്തൊക്കെയോ കോപ്രായൊക്കെ കാണിച്ചു. എന്നിട്ട് ലാസ്റ്റ് അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ എനിക്കൊരിത് വന്നു. എനിക്ക് ആ സമയത്ത് കുറേ അസുഖങ്ങൾ വന്നു. പിന്നെ ഫുഡ് പിടിക്കുന്നില്ല, വയറ്റിൽ പ്രശ്നം, അങ്ങനെയൊക്കെ. പക്ഷെ ഞാൻ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു, ഇനി ഇങ്ങോട്ട് ഞാൻ മടങ്ങി വരില്ല, കോഴ്സ് വീട്ടിൽ പോവാന്ന്. പക്ഷെ ഇപ്പം ഞാൻ ആലോചിക്കുമ്പം കുറേ കാര്യങ്ങൾ ഞാൻ ഡൽഹി എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ കുറേ സാക്രിഫൈസ് ചെയ്ത ഇയേഴ്സ് ആയിരിക്കും ലൈഫിൽ ഏറ്റവും വലിയ ലെസൺസ്. അതെന്താന്ന് വെച്ചാൽ ഇപ്പം ഞാൻ വർക്ക് ചെയ്തിരുന്ന സമയത്തേയും കൂടെ കാര്യം ഞാൻ പറയുന്നത്. ആ സമയത്ത് ഞാൻ പഠിച്ച കുറേ കാര്യങ്ങളുണ്ട്. ഐ സ്റ്റിൽ റിമെമ്പർ അന്ന് DGCയുടെ എക്സാം കഴിഞ്ഞിട്ട് എനിക്കൊരു മാസം പാസ്പോർട്ടിൻ്റെ NOC കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീട്ടിൽ നിൽക്കും. അപ്പം DGCA കഴിഞ്ഞാൽ നമ്മൾ ഒഫീഷ്യലി ക്യാബിൻ ക്രൂ ആണ്. അപ്പോൾ നമുക്ക് ഫ്ലൈയിങ് അലവൻസ് കിട്ടില്ല, പക്ഷേ ബേസിക് സാലറി ആ സമയത്ത് കിട്ടും. നമ്മൾ ഫ്ലൈ ചെയ്യുന്നില്ലല്ലോ. ഐ സ്റ്റിൽ റിമെമ്പർ അന്ന് എനിക്ക് ഒരു ദിവസം സന്ധ്യയ്ക്ക് അമ്മ വർക്കേരിയിൽ നിന്ന് മീൻ വെട്ടിക്കൊണ്ടിരിക്കുക. അച്ഛനമ്മയ്ക്ക് കമ്പനി കൊടുത്തോണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുക. അമ്മ പിന്നെ പാർലറിൽ നിന്ന് വന്ന്, അമ്മയ്ക്ക് സലൂണുണ്ട്, അവിടെ നിന്ന് വന്ന് അമ്മ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. അച്ഛനവിടെ അമ്മയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം എൻ്റെ അക്കൗണ്ടിലേക്ക് ഇതുവരെ വരാത്ത പൈസ ഞാനിങ്ങനെ എനിക്ക് നോക്കി. അപ്പോൾ അവർ സാലറി അക്കൗണ്ട് നമുക്ക് തുടങ്ങിയിട്ടുണ്ട്. സാലറി അക്കൗണ്ടിൽ ആദ്യമായിട്ടൊരു എമൗണ്ട് വരിക നോക്കുമ്പോൾ 41,000
Which year? 2015. അത്ര That's like so high. like, Half lakh almost. ഞാൻ ഓടി അച്ഛൻ്റെ അടുത്തേക്ക് ഞാൻ പറഞ്ഞു, കിട്ടി കിട്ടി. പക്ഷേ അടിച്ചു. അത് അടിച്ചു മോനെ. 41 14 ഞാൻ 12 നോക്കി 4000 പക്ഷെ അയ്യോ, അച്ഛൻ വാസ് സോ ഹാപ്പി, അമ്മ വാസ് സോ ഹാപ്പി. അത് 19 വയസ്സിലാന്ന് ഓർക്കണം. ആ 19 വയസ്സിലെ എന്നെ ഞാനിപ്പോൾ ഓർക്കുമ്പോഴത്തേക്കും കൊള്ളാൻ തരക്കേടില്ല. അപ്പോൾ അങ്ങനെ ആ ടൈമിൽ ദ ഫസ്റ്റ് എമൗണ്ട് കയറുന്നു, സൂപ്പർ ഹാപ്പി. ആ ടൈമിൽ എത്ര ഒരു എമൗണ്ട് വരുന്നു, അച്ഛനെ കൊടുക്കുന്നു, ആൻഡ് ദെൻ അത് കണ്ടിന്യൂ ചെയ്തു ഫോർ ലൈക്ക് എത്ര നാൾ? എത്ര ഇപ്പോഴും അല്ല, ക്യാബിൻ ക്രൂ ഞാൻ പറഞ്ഞ അന്നത്തെ ഒരു 3 വർഷം. 3 വർഷം യു എൻജോയ് ലൈക്ക് എനിത്തിങ്. ആ, പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് ഇന്റർനാഷണൽ എയർലൈൻസ് കയറണം എന്നുണ്ടായിരുന്നു. ഇന്റർനാഷണൽ എയർലൈൻസിൽ ഞാൻ ഡൊമസ്റ്റിക്കിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്റർനാഷണൽ എവിടെയെങ്കിലും പോകണം എന്നുള്ളതാണ്. അപ്പം ഞാൻ ഓർത്തു, പിന്നെ ആ സമയത്ത് ബുദ്ധിയുടെ ആണോന്ന് അറിയത്തില്ല, പക്ഷെ ഒരു ബ്രേക്ക് എടുക്കാം എന്നൊക്കെ ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ ഒരു ബ്രേക്ക് എടുത്തു. പിന്നെ ഇതിനകത്തേക്കൊക്കെ വന്നു. ഓ, അങ്ങനെ ബ്രേക്ക് എടുത്തിട്ട് ഇതിലേക്ക് അങ്ങനെ സ്കിഡ് ചെയ്ത് വരാനുള്ള റീസൺ ബിക്കോസ് ഐ ലവ്ഡ് ഇറ്റ്. ഓൾറെഡി ചെയ്തിട്ടുണ്ട്. എനിക്ക് ഐ ഓൾവേസ് ലവ്ഡ് ഇറ്റ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ കണക്ക് മറ്റേ 199 പേർക്ക് മീഡിയയിലേക്ക് വരണം എന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷേ എങ്ങനെ വരണം എന്നറിയത്തില്ല, അതിൻ്റെ റൂട്ട് എവിടെ നിന്നാന്ന് അറിഞ്ഞൂടാ. ഞാനും അങ്ങനെ ഒരാളായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ നായകൻ്റെ ഓഡിഷൻ കണ്ടു. ഞാൻ ശരിക്കും ആക്ച്വലി ലീവ് എടുക്കാനിരുന്ന ഒരാളാണ്. പക്ഷേ അവർ പറഞ്ഞു 6 മാസം 15 ഡേയ്സോളം 1 മാസം ലീവ് വരേണ്ടി വരും എന്ന് പറഞ്ഞു. അത് പോസിബിൾ അല്ല, നമുക്ക് 1-2 ദിവസം തന്നെ ലീവ് കിട്ടുന്നത് ഭയങ്കര തലവേദന. അപ്പോൾ അവർ പറഞ്ഞു അത് പോസിബിൾ അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് മുമ്പ് ഒരു പ്രോഗ്രാമിന്, ബ്യൂട്ടി പാജൻറ്റ് ഒരു പ്രോഗ്രാമിന് പോകാൻ വേണ്ടി എനിക്ക് കമ്പനി ലീവ് 10 ദിവസം തന്നിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ കിട്ടുമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ അങ്ങനെ തന്നില്ല. അത് 6 മാസമെങ്കിലും കമ്പനീനൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം നടന്നില്ല. അപ്പം എനിക്ക് ഓൺലി വേ ഐ ഹാഡ് ഇൻ ഫ്രണ്ട് ക്വിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രം. റിസൈൻ. അപ്പോൾ ഐ തോട്ട് ഓക്കെ ഐ വിൽ റിസൈൻ. അതുകൊണ്ട് ഭയങ്കരധികം ഹാപ്പിയാണ്. ബട്ട് സ്റ്റിൽ അത് പോയതിൻ്റെ ഒരു വിഷമവും ഇല്ലേ? ഉണ്ടോ? വൺസ് എ ക്രൂ ഓൾവേസ് എ ക്രൂ. അല്ല, എൻ്റെ തലയിൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഒരു 3-ാം ക്ലാസ് മുതൽ എൻ്റെ തലയിൽ കയറിയൊരു സാധനമാണ് ക്യാബിൻ ക്രൂ എന്ന് പറയുന്നത്. എനിക്കിപ്പോഴും ഞാൻ ഫ്ലൈറ്റിൽ കയറി കഴിയുമ്പോൾ ഞാൻ ചില ക്രൂവിനെ നോക്കൂല. എനിക്ക് സങ്കടം, റിഗ്രറ്റ് വരും അല്ലേ? റിഗ്രറ്റ് അല്ല, എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു വിഷമം വരും. എനിക്ക് ജോലി കളഞ്ഞതിൽ റിഗ്രറ്റ് ഇല്ല. കളഞ്ഞതിൽ എനിക്ക് റിഗ്രറ്റ് ഇല്ല. പക്ഷെ എനിക്ക് രണ്ടും കൂടെ അത് പോസിബിൾ അല്ല. ചില സാധനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചില സാധനങ്ങൾ ഗിവ് അപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും നമുക്ക് എന്ന് വെച്ചാൽ സങ്കടപ്പെടാൻ പാടില്ല എന്നൊന്നുമില്ലല്ലോ. കാണുമ്പോൾ എനിക്ക് വിഷമം വരും. ഞാൻ ചെയ്താണ് പോ, ഞാൻ എന്നിട്ട് നോക്കൂല അങ്ങനെ. അപ്പോൾ സീറ്റ് ബെൽറ്റ് എനിക്കറിയാം, ഞാൻ ആ കൂടെ ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ എനിക്ക് ഇഷ്ടമായിരുന്നു ആ ജോലി, ഭയങ്കര ഇഷ്ടമുള്ള ജോലിയായിരുന്നു. പക്ഷെ ഇതും ഇഷ്ടമാണ്. അതിലൊരു ബെസ്റ്റ് അതിനകത്ത് ഇപ്പം ക്യാബിൻ ക്രൂസ് അല്ലെങ്കിൽ എയർഹോസ്റ്റസ് എന്നൊക്കെ പറയുമ്പോൾ 2 കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് എന്ന് പറയുമ്പോൾ ചില ഒരു ഡേ ആയിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും ആയിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ആവാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഏതായിരിക്കും ഫോർ യു? നമുക്ക് പൊതുവേ വീൽ ചെയർ പാസഞ്ചേഴ്സ് ഉള്ള സമയത്ത് ഏറ്റവും ലാസ്റ്റാണ് വീൽ ചെയർ പാസഞ്ചേഴ്സ് ഡീബോർഡ് ചെയ്യുക. അവരാണ് ആദ്യം ബോർഡ് ചെയ്യുന്നതും ഡീബോർഡ് ചെയ്യുന്നത് ഏറ്റവും അവസാനം. അത് ബോർഡിങ്ങിന് വേറെ ഇതൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് അപ്പോൾ പ്രായമായ ആളുകളൊക്കെ വരുമ്പോൾ നമ്മളങ്ങനെ ഹെൽപ്പ് ചെയ്യും അവരെ. അല്ലെങ്കിൽ താഴത്തേക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണ്, നമ്മൾ നടക്കാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ചിലവർ നമ്മളിങ്ങനെ ബ്ലെസ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് അവരെന്തെങ്കിലും ചെറിയ, എനിക്ക് ഒരു പ്രാവശ്യം ഒരു ബൈബിൾ കിട്ടിയിട്ടുണ്ട്. ഈ മറ്റേ ചെറിയ മറ്റേ ഇതല്ലേ, മൈക്രോ എന്താ അതിന് പറയാ, നമ്മൾ ഈ ലെൻസ് വെച്ചിട്ട് വായിക്കുന്ന ടൈപ്പ് ആണോ? അങ്ങനത്തെ ചെറിയ സാധനം. ചെറിയ ഇങ്ങനെ ബൈബിളല്ലേ? അത് തന്നെ, വളരെ കുഞ്ഞത്. അതായത് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഉള്ളിൽ ലൈക്ക് നമ്മൾ ലെൻസ് വെച്ചിട്ട് വേണം എന്നാണ് എൻ്റെ അറിവ്. അത് കിട്ടിയിട്ടുണ്ട്. എനിക്കൊരു കുരിശ് കിട്ടിയിട്ടുണ്ട്. എന്നെ ഒരു അമ്മൂമ്മ പ്രാവശ്യം ഇങ്ങനെ ബ്ലെസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര സന്തോഷം വരും അങ്ങനെ ചെയ്യുമ്പോൾ. ചിലവർ പറയും നല്ല സർവീസ് ആയിരുന്നു എന്ന് പറയും. അത് ഭയങ്കര സന്തോഷം. ഷാഹിദ് കപൂറിനെ സെർവ് ചെയ്ത രസം. ഷാഹിദ് കപൂർ, അതെ, എൻ്റെ 7-ാം ക്ലാസ് ഫേവറേറ്റ് ആക്ടർ. എൻ്റെ 7-ാം ക്ലാസ് മുതലുള്ള ക്രഷ് ആയിരുന്നു. സീരിയസ്ലി? ദിൽ ബോലെ ഹഡിപ്പ് കണ്ടിട്ട് ഞാൻ ഫാനായി. ഓഹോ, എന്ത്
എന്തൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുണ്ടെന്ന് അറിയാം ഞാൻ. എന്നിട്ട് ആ സമയത്ത് എൻ്റെ മൂപ്പരുടെ ഏജ് തമ്മിൽ കൂട്ടുകയും എത്രയുണ്ട് വ്യത്യാസം? എനിക്ക് അറിഞ്ഞൂടാ. ആ എന്തോ ആണ്, നല്ല ഏജ് ഡിഫറൻസ് ഉണ്ട്. അപ്പം ഞാനിരുന്ന് ഇങ്ങനെ കൂട്ടും. ഈ വർഷം 15 ആയല്ലോ, അപ്പം അത് കൂട്ടണ്ട, അടുത്ത വർഷം 16 ആവും, അതും കൂട്ടണ്ട, 17 തൊട്ട് കൂട്ടാം കൂട്ടും. കൂട്ടിയൊക്കെ ഞാൻ കുറെ കൂട്ടിയും കുറച്ചും കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഡൽഹിയിലുള്ള സമയത്താണ് ഷാഹിദ് കപൂറിന്റെ കല്യാണം കഴിയുന്നത്. ഇത്ര അടുത്ത് ഞാൻ എത്തിയിട്ടും എനിക്ക് സാധിച്ചില്ലല്ലോ. ഡൽഹി വരെ എത്തിയത് ബോംബെ വരെ എത്താൻ പറ്റിയില്ല, സാധിച്ചില്ല. ഞാനൊന്ന് കരഞ്ഞു ഒരു ദിവസം ഷാഹിദ് കപൂർ കല്യാണം കഴിച്ചപ്പോ. എനിക്ക് വിഷമായി. പണ്ട് ഞാൻ കൊണ്ട് ഏതൊരു ക്രിക്കറ്റിൻ്റെ എന്തോ ഒരു മാച്ചിൻ്റെ സമയത്ത് ഷാഹിദ് കപൂർ ഇങ്ങനെ ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് ടി വിയിൽ മൂപ്പരെ ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് എനിക്ക് ഫോട്ടോ എടുക്കണം. അപ്പോൾ പണ്ട് മറ്റേ കീപാഡ് ക്യാമറയുള്ള കീപാഡ് ഫോണില്ലേ, ആ ഫോണാണ്. അതിൽ ഞാൻ ഷാഹിദ് കപൂറുമായിട്ടൊന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. എടുത്തു? അതിപ്പോ കയ്യിലുണ്ടോ? ഇല്ല, അതാ കീപാഡ് ഫോണില് ടിവിയുടെ സൈഡിൽ ഞാൻ, ഇപ്പുറത്ത് ടിവിയിൽ ഷാഹിദ് കപൂർ, അങ്ങനെ ഫോട്ടോ എടുത്തറിയാം. അത് കഴിഞ്ഞിട്ട് അതെന്തിനാ ഇപ്പൊ ഞാൻ ചോദിക്കുന്നേ, ഉണ്ടെങ്കിൽ ആ ഫോട്ടോ കയ്യിലുണ്ടോ അതാ ഞാനിപ്പോ ആലോചിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് അതെന്തിനാ ഞാൻ ചോദിക്കുന്നേ, ഉടനെ റിപ്ലൈ ഇല്ല, പണ്ടത്തെ ഫോണല്ലേ. ഞാനത് അമൃത്സർ ഞാൻ പുൾ ഔട്ടായി, കൊച്ചിയിൽ നിന്ന് ബോംബെയിലേക്ക് പുൾ ഔട്ട്. അതായത് നമ്മൾ ഇവിടുത്തെ ഫ്ലൈറ്റ് അല്ലാണ്ട്, കൊച്ചിയിൽ നിന്നുള്ള ഫ്ലൈറ്റ് അല്ലാണ്ട് നമ്മൾ വേറെ ബേസിൽ പോയി ഫ്ലൈറ്റ് ചെയ്യുന്നതിനാണ് പുൾ ഔട്ട്. ബേസിൽ പോയോ? വേറെ ബേസിൽ. അപ്പോൾ ഞാൻ കൊച്ചി ബേസ് ആയിരുന്നു. അപ്പോൾ ബോംബെ ബേസിൽ പോയിട്ട് എനിക്ക് ഫ്ലൈറ്റ് തന്നെ പുൾ ഔട്ട് ചെയ്തു. അപ്പം ബോംബെ ഗോവ ബോംബെ ഫ്ലൈറ്റ്. പിറ്റേ ദിവസം എനിക്കൊരു 12 മണിയാകുമ്പോൾ അഹമ്മദാബാദ് അമൃത്സർ ഫ്ലൈറ്റ്, അല്ല സോറി, ബോംബെ അമൃത്സർ ഫ്ലൈറ്റ്. ആ ഫ്ലൈറ്റ് അഹമ്മദാബാദിൽ നിന്ന് വരുന്നതാണ്. അപ്പം ആ ഫ്ലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോവാം. അപ്പോൾ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം പിന്നെ അമൃത്സർ പൂനെ ബോംബെ കൊച്ചി, അങ്ങനെ എന്തോ ആണ്. അപ്പോൾ അതിനെനിക്ക് തിരിച്ചു വരും. ഞാൻ ഇത്രയും പാറ്റേണൊക്കെ ചെയ്യണം, അത് അറിയാത്ത ക്രൂവിൻ്റെ ഒക്കെ കൂടെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുക. അപ്പം ഞാൻ കയറിയപ്പോൾ എൻ്റെ സീനിയർ ഒരു മരട്ടയാക്കാൻ, അവനാണെങ്കിൽ സീരിയസും ഞാനാണ് ജൂനിയർ മോസ്റ്റ് ഫ്ലൈറ്റിൽ. എനിക്ക് ഇവൻ്റെ കൂടെ വർക്ക് ചെയ്തിരിക്കത്തില്ല, എന്ത് എന്ന് നിൽക്കുക. മലയാളം പറയാനും പറ്റുന്നില്ല. അവൻ്റെ അടുത്ത് ഇംഗ്ലീഷ് പറഞ്ഞാൽ അവൻ തിരിച്ചൊന്നും പറയാം, മറ്റേ ഇങ്ങനെയൊക്കെ നിൽക്കുന്നൊരു ചെക്കൻ. അപ്പം ഞാനും മറ്റേ സീൻ, അപ്പം ഞാൻ R1, അതായത് ലൈക്ക് ഫ്രണ്ടിലാണ്. അപ്പം ഞാൻ നിന്ന് ഇപ്പോഴത്തേക്കും ഞാൻ മറ്റേ മൊരടിച്ച ഫ്ലൈറ്റ് ചെയ്യാൻ പോവാണ്. എന്നിപ്പോൾ ഞാൻ ക്യാബിനിൽ നിൽക്കുക, ഞാൻ ക്യാബിനൊന്ന് ബാഗൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഗ്രൗണ്ട് സ്റ്റാഫ് ഒരാൾ വന്നിട്ട് പറഞ്ഞു VIP പാസഞ്ചർ ഉണ്ടെന്ന് പറഞ്ഞു. അവൻ ഓക്കെ, VIP പാസഞ്ചർ VIP പാസഞ്ചർ ഉണ്ട്. അപ്പം ഞാൻ ഇയാൾക്കൊക്കെ നേരത്തെ കയറി വന്നിട്ട് ഓർമ്മ സ്ഥലവും ഇല്ല, ഇതിന് സ്ഥലമില്ലെങ്കിൽ വന്നിട്ട് നമ്മളെ നോക്കിയിട്ട് കയറുകയും ചെയ്തു. ഞാനപ്പോൾ ഇത് നോക്കുക, സ്ഥലമില്ല. അപ്പം ഒരു ബാഗ് വെക്കാനുള്ള സ്ഥലം ഇതിൻ്റെ മുകളിലുണ്ട്. നോക്കിക്കൊണ്ടിരിക്കുക, ഞാൻ ഇവിടെ വെക്കാം എന്നൊക്കെ പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഗ്രൗണ്ട് സ്റ്റാഫ് താഴെ നിന്നിട്ട് ഷാഹിദ് കപൂർ ആണെന്ന്. ഞാൻ നിന്ന് അവിടെ ഇരുന്ന ബാഗൊക്കെ എടുത്ത് മാറ്റം കൊണ്ടു. ഞാൻ എങ്ങനെയൊക്കെയോ സ്ഥലം വീക്കി. അപ്പുറത്തെ പാസഞ്ചറുടെ ബാഗൊക്കെ വല്യപ്പന്റെ തലയിലൊക്കെ ഒന്നും എനിക്കറിയണ്ട, എനിക്ക് എന്റെ ഷാഹിദാട്ടന്റെ സ്ഥലം ഇരിക്കാൻ മതി. തല വീണോ ബാഗ്? എന്നിട്ട് ഇല്ല, ഞാൻ എവിടേക്കോ ഒതുക്കി കയറ്റൊക്കെ വെച്ചു, അപ്പുറത്തൊക്കെ വെച്ചു. പെട്ടി വെക്കണം, ഷാഹിദ് കപൂറിന്റെ പെട്ടി. അപ്പോൾ വരികയാണ്, ഞാൻ പെട്ടി പിടിക്കാൻ പോവാ ഷാഹിദ് കപൂറിന്റെ. അപ്പോൾ ഷാഹിദ് കപൂർ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരിക. അപ്പം ഞാൻ എന്നോട് തന്നെ പറയുന്നുണ്ട്, വായി നോക്കി നിൽക്കരുത്, പണിയെടുക്കണം. പക്ഷെ അത് നടക്കില്ല. അപ്പം ഞാനിങ്ങനെ നിന്ന്, പുള്ളി വന്നു, യെസ് സാർ എന്നൊക്കെ പറഞ്ഞ് പെട്ടി എടുത്ത് എൻ്റെ മണ്ടക്കി വെച്ചു. അല്ല, ഗ്രൗണ്ട് സ്റ്റാഫാണ് പെട്ടി വെക്കുന്നത്, പെട്ടി എടുത്ത് വെച്ചു. അപ്പം ഞാൻ പുള്ളിനെ ആരെയും വെൽക്കം ചെയ്യാത്ത പോലെ വെൽക്കമിങ്, വരൂ സാർ സിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓവർ എന്നിട്ട് അവിടെ ഇരുത്തി. ഇത് കഴിയുമ്പോൾ പുള്ളിയുടെ കയ്യിൽ ലുക്കൊക്കെ കൊടുക്കുന്നു. ഡ്യൂട്ടി ഫ്രീ നിന്ന് എന്തൊക്കെയോ വാങ്ങിച്ച കവറുണ്ട്. അപ്പോൾ കവറുകൾ എവിടെ വെക്കണത് പുള്ളിക്ക് അറിയില്ല. അപ്പോൾ സ്ഥലവും ഇല്ല, കവർ വയ്ക്കാൻ ഒരു സ്ഥലവും ഇല്ല.
ഫുൾ ഫ്ലൈറ്റാണ്, ബോംബെ അമൃത്സർ ഫ്ലൈറ്റ് ഫുൾ ഫ്ലൈറ്റാണ്, ഒരു രക്ഷയുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു സർ കവർ വയ്ക്കാൻ സ്ഥലം. പുള്ളി പറഞ്ഞു ഞാനിതിൻ്റെ അടിയിൽ വെച്ചോട്ടെ എന്ന് ചോദിച്ചു. പിന്നെന്താ സാറ് വെച്ചു, എവിടെ വേണമെങ്കിലും വെച്ചോ, ഓക്കെ. പുള്ളി കവറൊക്കെ വെച്ചിട്ട് പുള്ളി ഇരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അതൊക്കെ കഴിഞ്ഞ് സർവീസ് ചെയ്യുന്ന സമയമായപ്പോഴത്തേക്കും എൻ്റെ കൈ കിടന്നിങ്ങനെ വിറയ്ക്കുവാണേ. ഞാനിപ്പം മീൽ സെർവ് ചെയ്യുന്ന സമയം എൻ്റെ കൈ വിറച്ചപ്പോഴത്തേക്കും പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചു എന്താ ഷിവർ ചെയ്യുന്നത്. സർ AC ഓൺ, വെരി കോൾഡ്, വെരി കോൾഡ് സാർ AC. എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ പുള്ളിക്ക് മനസ്സിലായിരുന്നത് പുള്ളി ഇതത്ര കണ്ടതാ, പുള്ളിക്ക് മനസ്സിലായി. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചു ചായ വേണം. അപ്പം പൊതുവേ ലൈക്ക് മസാല ടീ ആണ്, കുറച്ച് പ്രീമിക്സ്ഡ് ആണ്. അപ്പൊ പ്രീമിക്സ് കുറച്ച് പ്രീമിക്സ് ചെയ്യും, എന്നിട്ട് മസാല ടീ കൊടുക്കാതിരിക്കും. അപ്പൊ പുള്ളിക്ക് മസാല ടീ വേണ്ട, സാധാ. അപ്പൊ സാധാ ടീ മറ്റേ പാൽപ്പൊടി ക്രീമറൊക്കെ ഇട്ടിട്ടുള്ള സാധനമാണ്, അത് അത്ര ടേസ്റ്റി അല്ല. കമോൺ, പല ആളുകൾക്കും പല ടേസ്റ്റ് അല്ലേ. ഓക്കെ whatever. എന്നിട്ട് ഞാൻ കൊടുത്തു. അതിനകത്ത് ഒരു ക്രീമറും ഒരു ഷുഗറും ഒരു ടീ ബാഗും ഉള്ളൂ. അത് കൊടുത്തു. എന്നിട്ട് കടുപ്പം കുറേ വാട്ടച്ചായ കുടിക്കുന്നല്ലോ ചെയ്യും, എന്നാലും ഞാൻ കൊടുത്ത് പുള്ളി ഒക്കെ ഉണ്ടാക്കി കുടിച്ചു. ഇഷ്ടപ്പെട്ടു പുള്ളിക്ക്, എൻ്റെ ചായ ഇഷ്ടപ്പെട്ടു. പുള്ളി വീണ്ടും ചായ എടുത്തപ്പോഴത്തേക്ക് പുള്ളി ചായ എടുത്തു. ഓ മൈ ഗോഡ്, ഞാനിത് എവിടെ നിന്ന് എടുത്ത് കൊടുക്കും, ഇംപ്രസ് ചെയ്യണല്ലോ. ചായ കിട്ടിയില്ല. അപ്പൊ ലാസ്റ്റ് ഒരു മിനിറ്റ്, ഒരു പോസ്, ഒരു നിമിഷം ആ ചായ കൊടുത്ത് പോർത്തില്ലേ പുള്ളിയുടെ വീട്ടില് കല്യാണം കഴിക്കുന്നതും വീട്ടിൽ പോയി ചായ ഉണ്ടാക്കി ഏട്ടാ ഏട്ടാ കുടിക്കൂ ഏട്ടൻ ഷാഹിദേട്ടായി കോഫി. എന്നിട്ട് ചായ സന്തോഷം കഴിയുമ്പോഴത്തേക്ക് ചായ ഇല്ല. എന്ത് ചെയ്യും ഞാൻ? എൻ്റെ ക്രൂ കട്ട് ചെയ്ത് ഞാൻ ചായ എടുത്ത്, എനിക്കുള്ള ചായ ഞാൻ എടുത്തു കൊടുത്തു. ചേട്ടൻ കുടി. അപ്പം ഇപ്രാവശ്യം ഞാൻ കൊടുത്തപ്പോഴത്തേക്കും 3 ക്രീമർ, 2 ഷുഗർ, 2 ടീ ബാഗ് അങ്ങനെ കിട്ടാ കൊടുത്തത്. വിസ്തരിച്ചായിക്കോട്ടെ എന്ന് വെച്ചിട്ട്, പൈസ കൊടുത്ത് മേടിക്കുന്ന സാധനമല്ലല്ലോ. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് 1 ക്രീമർ 1 ഷുഗർ ഹോറാക്കാൻ ശ്രമിക്കില്ല, ബാക്കി 2 ക്രീമർ ഇട്ട് പുള്ളി അതൊക്കെ ഇട്ട് കലക്കി കുടിച്ചിട്ട് പുള്ളി ഇറങ്ങിയപ്പോൾ എന്നോട് പറയാ, ഒരു മിനിറ്റ്, അതിലൊരു 1 2 3 പറഞ്ഞാൽ മതി. ഇറങ്ങിയപ്പോൾ ഷാഹിദ് കപൂർ മന്ദം ഇത് ഇങ്ങനെ ഇറങ്ങാൻ നേരത്ത് ക്യാബിൻ ക്രൂ ആയിട്ടുള്ള മീനാക്ഷിനെ ഇങ്ങനെ നടന്നു വന്നപ്പോൾ ഒന്ന് നോക്കി. എന്തായാലും ചായ ഇട്ട് കൊടുത്ത ചേച്ചിയല്ലേ, അല്ല ചായ ഇട്ട് കൊടുത്ത ക്യാബിൻ ക്രൂ അല്ലേ. അപ്പോൾ എന്താണ് വാട്ട് ഹി സെഡ്? താങ്ക് യു സോ മച്ച്, ഇറ്റ് വാസ് എ വണ്ടർഫുൾ സർവീസ്. ഞാൻ ഇങ്ങനെ പറഞ്ഞോ? ഞാൻ മറ്റേ ആഫ്രിക്കയുടെ മാപ്പ് വരച്ചോണ്ടിരിക്കുന്നതാണ്. വിട്ടു. എനിക്ക് അന്നത്തെ ദിവസം കിട്ടിയ സന്തോഷം, അതായത് എൻ്റെ ചിരകാല മോഹമായിരുന്നു ചായ ഇട്ട് കൊടുക്കുന്നത്. എൻ്റെ ചിരകാല സ്വപ്നം പോണിഞ്ഞു. എന്നിട്ട് ഫോളോ അപ്പ് ചെയ്തു അത് കഴിഞ്ഞ്? ഞാൻ ഇവിടെ നായികയിൽ വന്നപ്പോഴാണ് ഇൻസ്റ്റാഗ്രാം തന്നെ തുടങ്ങിയത്. അതെ, ഇൻസ്റ്റാഗ്രാം അതിന് മുമ്പ് ഫേസ്ബുക്ക് ഇല്ലായിരുന്നു. ഐ എം നോട്ട് എ സോഷ്യൽ മീഡിയ പേഴ്സൺ. ഓർക്കുന്നുണ്ടായിരുന്നു? നോ, ഒന്നുമില്ലായിരുന്നു എനിക്ക്. ഞാൻ സോഷ്യൽ മീഡിയ പേഴ്സണേ അല്ല, ഒട്ടിപ്പോഴും അല്ല. അത് കഴിഞ്ഞ് സോഷ്യൽ മീഡിയ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇൻസ്റ്റാഗ്രാം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഷാഹിദ് കപൂറിൻ്റെ അക്കൗണ്ടിൽ ഹലോ ഡു യു റിമെമ്പർ മീ, ഞാൻ ചായ ഇട്ട് തന്നിരുന്നു. 12 വർഷം മുമ്പ് ഞാനൊരു ചായ ഇട്ട് തന്നിട്ടുണ്ട്. ഞാനൊന്നുമില്ല 12, ഞാൻ എന്ത് കിളവിയ? അങ്ങനെയല്ല, 10 വർഷം 8 വർഷം 7 വർഷം. ഇതെന്നാ ഈ ഇയർ എപ്പോഴാണ് പറഞ്ഞ പോലെ? സത്യത്തിൽ കുഴപ്പമില്ല, വി ആർ സ്റ്റിൽ യങ് എന്നൊക്കെ വൈബ് തള്ളാന്ന്. എന്നിട്ട് അന്നങ്ങനെ പോയി. പിന്നെ അമൃത്സർ ഗോൾഡൻ ടെമ്പിളിലൊക്കെ കറങ്ങി. നിങ്ങൾ ഒരുമിച്ചാ? അല്ല പിന്നെ പറഞ്ഞ ഫ്ലോയില് പറഞ്ഞു ക്രൂവിന്റെ കൂടെ പോയി. ഗോൾഡൻ ടെമ്പിളിൽ പോയി. ഭഗവാനെ നന്ദിയുണ്ടേ എന്ന് പറഞ്ഞിട്ട് പോന്നു. അതെ, ഷാഹിദ് കപൂർ ആയിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചായ ഇട്ട് കൊടുത്ത സെലിബ്രിറ്റി. എന്ത് സന്തോഷമായിട്ടും എന്ത് ഇതായിട്ട് പറഞ്ഞെന്ന് ആലോചിക്കണം. ഷാഹിദ് കപൂർ ആണ് VIP എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആരെവിടെ, ഞാൻ മറ്റേ ബാഗൊക്കെ എടുത്ത് 4 പാട് മത്സ്യത്ത് എറിഞ്ഞ് വെച്ചോളൂ ചേട്ടാ. These cabin crews are partial. അയ്യോ നെവർ.
ഷാഹിദ് കപൂർ വരുമ്പോഴത്തേക്കും പിന്നെ ഷാഹിദ് കപൂർ പാർഷ്യാലിറ്റി കാണിക്കരുത്. അതെന്താ നോർമൽ ആൾക്കാരും സെലിബ്രിറ്റീസും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? സെലിബ്രിറ്റീസ് അത് അല്ല ക്രഷ് എന്നാ ശരി, സെലിബ്രിറ്റീസ് ആയ സെലിബ്രിറ്റി ആയ ക്രഷും നോർമൽ ആൾക്കാരും തമ്മിലുള്ള ഒരു വാട്ട് ഈസ് ദ ബിഗ് ടൈം ഡിഫറൻസ്? ഞാനുള്ളത് ഒരു ബിഗ് ടൈം ഡിഫറൻസ് അല്ല. എൻ്റെ മനസ്സ് നോർമലായിട്ടുള്ള ആൾക്ക് കുട്ടി ചായ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ചായയുടെ കൊടുക്കുള്ളൂ. ഞാൻ എല്ലാവർക്കും ഞാൻ ഭയങ്കര കിടിലൻ സർവീസ് ആയിരുന്നു എൻ്റെ എല്ലാവരും പറയും. ഏതോ ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞല്ലോ ബാഡ് സർവീസ് ഇല്ലേ, ഓർക്കണം? ആരും പറഞ്ഞിട്ടില്ല. കഥ പറഞ്ഞുണ്ടാക്കുന്നോ? ഇത് ഏറ്റവും ഹാപ്പി യെസ്റ്റ് മൊമെന്റ് എന്ന് പറയാം. അതുപോലെ ഒരു ചിലരുടെ ഭയങ്കര വിഷമം തരുമല്ലോ നമ്മുടെ കരിയറിൽ തന്നെ. അങ്ങനെ വന്നൊരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലോ, യുവർ ഡ്യൂട്ടി ടൈമിലോ അല്ലെങ്കിൽ എയർപോർട്ട്, സംതിങ് വിച്ച് യു ഡോണ്ട് വാണ്ടഡ് ടു ബട്ട് സ്റ്റിൽ ഐ എം ജസ്റ്റ് ആസ്കിങ് യു, ലൈക്ക് ഇഫ് യു റിയലി വാണ്ടഡ് ടു ഷെയർ. ഒരു ലേഡി ഒരു പോർട്ട് ബ്ലെയർ ഫ്ലൈറ്റ് ആയിരുന്നു, ചെന്നൈ പോർട്ട് ബ്ലെയർ ഫ്ലൈറ്റ്. ഇവർ ഇതുപോലെ വീൽ ചെയർ പാസഞ്ചറാണ്. അപ്പോൾ ചിലപ്പം ഗ്രൗണ്ട് സ്റ്റാഫ് വീൽ ചെയർ കൊണ്ടുവരാൻ ലേറ്റ് ആവും. അപ്പം നമ്മൾ അവരെ എൻഗേജ് ചെയ്യിപ്പിച്ചിരുത്തുക എന്നുള്ളത് നമ്മുടെ ഒരു സിറ്റുവേഷൻ നമ്മൾ ടാക്കിൾ ചെയ്യുന്നത് എങ്ങനെയാണ്. അപ്പോൾ ഈ ലേഡിയുടെ മേത്ത് ഭയങ്കര ബ്രൂട്ടലായിട്ടുള്ള പാടുകളുണ്ട് ഇവരുടെ മേത്ത്. അതായത് നമുക്കറിയാം, നമുക്കൊരു സ്കാസ് അല്ല, അങ്ങനെ സ്കാസ് എന്ന് പറയാൻ പറ്റില്ല. അതായത് അത്ര ഡീപ്പ് വൂൺസ് ആണ്. അതായത് ഇപ്പം ഈ ഭാഗത്തുനിന്ന് ഒരു കഷ്ണം ഇറച്ചി ഇങ്ങ് പോയി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ അത് ഹീലായി വരുമ്പോഴത്തേക്ക് അവിടെ ഇങ്ങനെ കുഴി പോലെ കാണാൻ പറ്റില്ലേ, അങ്ങനെ മേത്തൊക്കെ വെട്ടുകൊണ്ട പാടുപോലെയൊക്കെ. പക്ഷെ ഐ തോട്ട് ഇറ്റ് വാസ് എൻ ആക്സിഡൻറ്റ്. അപ്പം ഞാൻ അവരുടെ അടുത്ത് ഞാൻ ചോദിച്ചു എന്ത് പറ്റി, ഇപ്പം ഓക്കെ ആണോ, മറ്റേ ഈ ഗെറ്റ് വെൽ സൂൺ പറയുന്ന പോലെ ഞാൻ അവർക്ക് വിശേഷം ചോദിക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചു. അപ്പോൾ അവർ പറയാം അവരുടെ ഹസ്ബൻഡ് ഉപദ്രവിച്ചതാന്ന്. അവർ വെട്ടി, എന്തോ ഒക്കെ വെച്ചിട്ട് വെട്ടി. ഇവിടെ അത്ര തൊലിയല്ല മാംസമില്ല, അവിടെ ഇങ്ങനെ ഒരു കുഴിയാണ്. അപ്പോൾ അവർ ഹീലായിക്കൊണ്ടിരിക്കും. നമ്മൾ അവരെ കണ്ണൊക്കെ സഹിക്കത്തില്ല. അതായത് നമ്മൾ മറ്റേ കണ്ട പേടിയാവുന്ന വൂൺസ് ആണ്. പക്ഷെ നമുക്ക് അവരെ അങ്ങനെ മറ്റേ ഇങ്ങനെ അവരോടല്ല, നമുക്ക് ആ വൂണ്ട് കാണുമ്പോഴുള്ളൊരു ഭയങ്കര നമുക്ക് പേടിയാവും ശരിക്കും. അപ്പൊ നമുക്കിങ്ങനെ നോക്കാൻ തോന്നില്ല, പക്ഷെ നമുക്കത് ഫേസ് കാണിക്കാനും പറ്റില്ല. അപ്പൊ അവരുടെ അടുത്ത് നമ്മൾ ചോദിച്ചു എന്ത് പറ്റിയും ചോദിച്ചപ്പോൾ അവർ പറയാം ഹസ്ബൻഡ്. അപ്പം അന്നാണ് എനിക്ക് ശരിക്കും മനസ്സിലാവുന്നത്. ഐ വാസ് ജസ്റ്റ് 20 എന്തോ അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. അന്നാണ് ഞാൻ ശരിക്കും മനസ്സിലാക്കുന്നത് ഡൊമസ്റ്റിക് വയലൻസ് ഇത്രയും ഭയങ്കര ബ്രൂട്ടലാണെന്ന്. ഞാൻ അന്നാണ് ശരിക്കും ഇറ്റ് ഈസ് ഹാപ്പനിങ് എന്നുള്ളൊരു കാര്യം. അയ്യോ, ഇറ്റ് ഈസ് ഹാപ്പനിങ് എന്നുള്ളതിൻ്റെ അപ്പുറം ഇങ്ങനെ ബ്രൂട്ടലായിട്ട് ഒരാൾക്ക് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് ഇപ്പം നമ്മൾ ഇപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോഴേക്കും ന്യൂസിൽ അടി ഇടി പിടി എന്നൊക്കെ ഉള്ളത് കേട്ടിട്ടുണ്ട്. അല്ലാണ്ട് ഇങ്ങനെയൊക്കെ കത്തിയെടുത്തിട്ട് ഇങ്ങനെ വൂണ്ടൊക്കെ ആയിട്ട് ഒരാളെ ഇതാക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരാളെ ദേഹ ഉപദ്രവം ചെയ്യുന്നത് തന്നെ തെറ്റാണ്. ട്രൂ. അത് വെച്ച് നോക്കുമ്പോൾ ഇത് ഇറ്റ് ഈസ് ലൈക്ക് അതാ പറഞ്ഞേ, ഇത്രയും ബ്രൂട്ടലാണെന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഇങ്ങനെയൊക്കെ ആളുകൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അടി ഇടി എന്നൊക്കെ ഉള്ളത് കേട്ടിട്ടുണ്ട്. അതും റൈറ്റ് അല്ല. പക്ഷെ ഞാൻ പറയാം, ഇങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ ഇതുവരെ പ്രതീക്ഷിച്ചിട്ടില്ല. അത് അയ്യോ ഭയങ്കര സ്കെയർ ആയിരുന്നത്. അപ്പം എനിക്ക് ഭയങ്കര ഡിസ്റ്റർബിങ് ആയിരുന്നു. ഭയങ്കര ഡിസ്റ്റർബിങ് ആയിരുന്നു. ഞാൻ ഓർത്താ ഞാൻ കൈകൊട്ടി മുങ്ങിക്കിട്ടൊരിക്കാം. പുള്ളിക്കാരി എന്തോ കഴിഞ്ഞിട്ട് ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് അതിന് എന്നെ എന്തോ വേണ്ടിയിട്ട് പോയി കാണും, അല്ലെങ്കിൽ അവർ എന്തെങ്കിലും കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തോ പറഞ്ഞിട്ടാണ് എൻ്റെ ഓർമ്മ. പക്ഷേ ഇറ്റ്സ് വെരി ബ്രൂട്ടൽ. എനിക്ക് എന്തോ കേൾക്കുന്നത് തന്നെ എന്തോ പോലെ റൈറ്റ്. സോ അപ്പോൾ കണ്ട അവസ്ഥ ഞാൻ ആലോചിക്കുന്നത് അത് എന്നുവെച്ചാൽ അത് ഇങ്ങനെ ഇറച്ചി ഒരു ഭാഗത്തുനിന്ന് പോയൊക്കെ പോലത്തെ മുറിവ ഫുള്ള് ശരീരം മൊത്തം. ഭയങ്കര ഡിസ്റ്റർബിങ്. ഫോർ ദ 1 week ഉറങ്ങാൻ പറ്റി കാണില്ലല്ലോ. നമുക്ക് അത് കഴിഞ്ഞ് അടുത്ത ഫ്ലൈറ്റ് ഉണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ ഇതിലേക്ക് മസ്റ്റ് ഗോ ഓൺ അല്ലേ. പക്ഷെ ഞാനതിങ്ങനെ കുറേ പേരുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെയുണ്ട്. ഞാൻ ഇത്രയും സ്കെയറി ആയിട്ടൊരാളെ ഡൊമസ്റ്റിക് വയലൻസ് ഇത്രയും സ്കെയറി ആയിട്ടൊരു സംഭവം ഞാൻ കണ്ടിട്ടില്ല. ന്യൂസിലൊക്കെ അങ്ങനെ കാണിക്കാറില്ല, ഉണ്ട് എന്ന് പറയുന്നല്ലാതെ അങ്ങനെ കാണിക്കൽ കുറവാണ്. പക്ഷെ അത്ര സ്കെയർ ആയിട്ട് ഞാൻ ആരുടെയും കണ്ടിട്ടില്ല. ഭയങ്കര ഒരുമാതിരിയാവും. ഞാൻ ഇപ്പോഴും അത് മറന്നിട്ടില്ല അവരെങ്ങനെ ഇരുന്നതെന്ന്. ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ളൊരു വ്യക്തി. ഫോർ എക്സാമ്പിൾ ഞാൻ ഉദ്ദേശിച്ചത്, നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ, അതായത് ഇമോഷണൽ ആണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഫോർ എക്സാമ്പിൾ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ ചില ആൾക്കാരെ കാണുമ്പോൾ ഭയങ്കര, ചില പ്രായമുള്ള ആൾക്കാർ വയ്യാതെ ഇരിക്കുന്നതും ഒക്കെ കാണുമ്പോൾ ജെന്യൂൻ ആയിട്ടുള്ള, ഞാൻ ഭയങ്കര ഇമോഷണൽ. ഞാനത് കാണുമ്പോൾ എനിക്കത് ഒട്ടും പറ്റാത്തൊരു വ്യക്തിയാണ്. എനിക്കെടുക്കാൻ പറ്റില്ല. ഐ ഡയറക്ട്ലി ഗോ ടു ദം. ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമല്ലോ ചില ഫോട്ടോ ഇടുന്ന വീഡിയോ, അതിലൊക്കെ ഉപരി ഞാൻ പറയാം, അതൊന്നും നമ്മൾ തിങ്ക് ചെയ്തില്ല. ഞാൻ അവിടെ ചെല്ലും, ആൻഡ് ഐ വിൽ ടോക്ക് വിത്ത് ദം.
ഐ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് എ പ്രോബ്ലം. എനിക്ക് പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഞാൻ നമ്മളെന്തെങ്കിലും അങ്ങനെ ഒരു മൈൻഡാണോ മീനാക്ഷി? ആക്ച്വലി യു ഓൾസോ ഭയങ്കര എനിക്ക് അങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. മക്കൾ നോക്കാതെ അങ്ങനെയൊക്കെ വരുമ്പം ഭയങ്കര വെരി ഡിസ്റ്റർബ്, ഭയങ്കര അൺഫോർച്ചുനേറ്റ് അല്ലേ അങ്ങനെയൊക്കെ വരുന്നത്. ഫുഡ് നമ്മളെ കൊണ്ട് പറ്റുന്ന ഇപ്പം പറ്റുന്നത് ഒരു നേരത്തെ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ ചെയ്യും, അല്ലാണ്ട് ലൈഫ് ലോങ് നമുക്ക് ഒരാളെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതിനുള്ള ഇപ്പം വെൽത്ത് ഇപ്പം അത്രയും നമുക്കില്ലല്ലോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ചെയ്യാം. പക്ഷെ ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാണുന്നവർക്ക് കാണുമ്പോൾ അങ്ങനെ നമുക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾക്ക് പിന്നെ നമുക്ക് ഒരാളെ നമ്മളോട് സംസാരിക്കുമ്പോൾ അല്ലാതെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അല്ലാതെ ഉടായ്പ കാണിക്കാൻ പറ്റുന്ന പക്ഷെ എന്നാലും അങ്ങനെ സ്ഥിരം ഒരാളുണ്ട് നമ്മുടെ മേനകയില് മറൈൻ ഡ്രൈവിന്റെ അവിടെ ആ കടത്തിണ്ണയിലൊരു അപ്പൂപ്പനുണ്ട്. രാത്രി ഞാൻ ഈ നൈറ്റ് റൈഡ് ഒക്കെ ഇടുന്ന സമയത്ത് അപ്പൂപ്പൻ ഇടയ്ക്കാണ്. അപ്പം ഞാൻ അവിടെ നിന്ന് ഒരു തട്ടുകടയിൽ നിന്ന് ഇടയ്ക്കിനെ ഫുഡ് കാണിച്ചു കൊടുക്കും. ഭയങ്കര സന്തോഷമാണ് കിട്ടുമ്പോൾ. പിന്നെ ഞാൻ ചിലപ്പോൾ ഓർക്കും, ഇപ്പം നമുക്ക് ജെനുവിൻ അല്ല എന്നൊക്കെ പലരും പറയുമല്ലോ. ജെനുവിൻ അല്ലെങ്കിലും ഇപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ വന്ന് ചോദിക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മളെന്തെങ്കിലും കൊടുക്കുമ്പോൾ ഇപ്പോൾ ആരെങ്കിലും പറയാം ജെനുവിൻ അല്ലെന്ന് പറഞ്ഞാൽ പോലും ഞാനൊന്ന് ഓർക്കും, എന്തായാലും നമ്മളെക്കാട്ടിലും ചിലപ്പോൾ വരുമാനം കുറവുള്ള ആളായിരിക്കുമല്ലോ എന്ന് ഞാൻ ഓർത്ത് ഞാൻ അതിൻ്റെ പോസിറ്റീവ് സൈഡ് കണ്ടെത്തിട്ട് ഇറ്റ്സ് ഓക്കെ അങ്ങനെ ഞാൻ ആലോചിക്കും. അങ്ങനെ എനിക്ക് എന്നെ പറ്റിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, ഇനിയിപ്പോൾ എന്തായാലും പറ്റിക്കപ്പെട്ടില്ലേ, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓക്കെ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോരും. അതല്ലേ പറ്റൂ, വെറുതെ പൈസ കളയുന്നതിലും നല്ലത്. എന്നെ ഒരു പ്രാവശ്യം വഴി പിടിച്ചു നിർത്തിയിട്ടുണ്ട്. എന്റെ മാതാവേ, എനിക്ക് അറിഞ്ഞൂടാ. ഏതോ ഒരു ചേട്ടൻ, ഞാൻ വണ്ടിയിൽ പോവാ കാറില്. അപ്പോൾ എൻ്റെ അടുത്ത് പുള്ളി ഇങ്ങനെ എന്തോ ഫ്രണ്ടിൽ ഭയങ്കര പാനിക്കായിട്ട് പുള്ളി എന്തോ കാണിക്കുക. അപ്പോൾ എന്നെ ഇതിന് വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയോ? അപ്പം ഞാനിങ്ങനെ സൈഡ് നോക്കുമ്പോൾ ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ടോ, ലൈറ്റ് എന്തെങ്കിലും ആണോ ഞാൻ നോക്കുമ്പോൾ ഒന്നുമില്ല. പിന്നെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയോ, അടിയിൽ മറ്റേ ഈ ഇതിൻ്റെ എന്തെങ്കിലും അറിയത്തില്ല. അപ്പോൾ പുള്ളി ഇങ്ങനെ കാണിച്ചു. അപ്പോൾ ഞാൻ വെപ്രാളം മൂത്തിട്ട് പെട്ടെന്ന് സൈഡിലേക്ക് ഒതുക്കി. അപ്പോൾ പുറകെ വരുന്ന ചേട്ടന്മാർ കീയൊക്കെ അടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഞാൻ വേഗം സൈഡിലേക്ക് ഒതുക്കി, ഞാൻ നിർത്തി. പുള്ളി എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുക, ആർ യു ഇൻ സിനിമ TV എന്നൊക്കെ ചോദിച്ചു. അപ്പം ഇയാൾ ഇത് ചോദിക്കാനാണോ എന്നെ ഇത്ര വെപ്രാളം മൂത്തിട്ട് ഇവിടെ നിർത്തിയത്? അല്ല, പൈസ ചോദിക്കാൻ. ഞാൻ പറഞ്ഞ യെസ്, പേരെന്താ? ഞാൻ പറഞ്ഞ എന്താ ചേട്ടാ എന്ന് ചോദിച്ചു. എനിക്ക് പേടിയും കൂടായി. അപ്പം എനിക്ക് മൂപ്പര് സംസാരിച്ചപ്പോൾ മനസ്സിലായി പുള്ളി നൈസായിട്ട് അടിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് ടെൻഷനുമായി. അപ്പം ഞാൻ പുള്ളി എടുത്ത് ചോദിച്ചു, എന്താ ചേട്ടാ? അപ്പോൾ ഒറ്റയ്ക്കേ ഉള്ളൂ. ഞാൻ എന്താ ചേട്ടാ എന്ന് ചോദിച്ചു. അല്ല, അത് സമയം ഏകദേശം 8:39 ആ സമയം. അപ്പം പാലാരിവട്ടത്താ നമ്മുടെ ഹോളിഡേ ഇന്നിൻ്റെ അവിടെ ആയിട്ട്. അപ്പോൾ ഉടനെ എൻ്റെ അടുത്ത് മൂപ്പര് പറയാ, എന്തോ ഒരു സാധനം പറഞ്ഞു. ഇത് എൻ്റെ ഉമ്മ ഹോസ്പിറ്റലിലാണ്, പുള്ളി തല ഇറങ്ങി വീണു, പുള്ളിക്ക് പൈസ വേണമെന്ന്. ഉമ്മ ഹോസ്പിറ്റലാണ്, പുള്ളി എന്തോ തല ഇറങ്ങി വീണെന്നിട്ട് പുള്ളിക്ക് പൈസ വേണമെന്ന്. പുള്ളി ഇതൊക്കെ ചിരിച്ചോണ്ട് പറയുന്നു. എന്തോന്ന് ഞാൻ പറഞ്ഞത് പറയാനാണോ ചേട്ടൻ എൻ്റെ ഇവിടെ പിടിച്ചെടുത്തത്? പോയി. അത് ചുമ്മാതാ പറഞ്ഞ പുള്ളി പൈസ ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വഴിയിൽ ആരെങ്കിലും ഇങ്ങേ അറ്റത്ത് നിന്ന് എന്നെ പിടിച്ച് പേടിപ്പിച്ച് പാനിക്കാക്കി ഇങ്ങേ അറ്റത്ത് ഇപ്പുറത്തെ അറ്റത്ത് കൊണ്ട് നിർത്തിയിട്ടിരിക്കുക. അഭിനയിക്കുന്ന ആളല്ലേ, കുറച്ച് പൈസ തരുമോന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു പുള്ളി. കുറച്ച് പൈസ കുറച്ച് പൈസ കുറച്ച് പൈസ തരുമോന്ന്. എന്തിന് കൊടുത്തില്ല, ഞാൻ പോണോ ഭ്രാന്തായി പോയി. ഓരോ കാരണങ്ങളെ മനുഷ്യന്മാര് പറയുന്നത്. ഇങ്ങനെയുണ്ട് ആൾക്കാർ. ഞാൻ പേടിച്ചു പോയി. അവിടെ പുറകെ പിന്നെ വണ്ടിക്കാരുടെ ചീത്തവിളി ഞാൻ പേടിച്ചിട്ട് അവിടെ വണ്ടി നിർത്തിയത്. അപ്പൊ ചേട്ടന്റെ ഉപദേശം പോടോ. എനിക്ക് വട്ടായി പോയി. എനിക്ക് അനാവശ്യമായിട്ട് പേടിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറെ നേരം ഞാൻ മറ്റേ ഇത് വേണം. അതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ പൈസ പറയുന്നത്. ഈ ആൾക്കാർ പറയുന്നതിൽ, അതായത് നേരിട്ട് പറയുന്നതും സോഷ്യൽ മീഡിയയിൽ പറയുന്നതും ഡിഫറെൻ്റ് ആണല്ലോ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇപ്പം നമ്മളുടെ ഒരു പോസ്റ്റിന് താഴെ കമൻറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നേരിട്ട് വരുന്ന ആ വ്യക്തി തന്നെ നേരിട്ട് കാണുമ്പോൾ ചിലപ്പോൾ മീനാക്ഷി ഞാൻ കാണാറുണ്ട് പരിപാടി, പക്ഷെ ആ വ്യക്തി തന്നെ ചിലപ്പം പോസ്റ്റിൽ ചിലപ്പോൾ വേറെ ആയിരിക്കും കമൻറ്റ് ചെയ്യുന്നത്. സോ അപ്പം വെൻ യു ഗെറ്റ് ദീസ് കൈൻഡ് ഓഫ് മെസ്സേജസ്, അല്ലെങ്കിൽ പോസ്റ്റിൽ കമൻ്റ് ആയിട്ടോ, ഇപ്പോൾ ഡ്രസ്സിങ്ങിൻ്റെ കാര്യം വി ക്യാൻ ടോക്ക് അബൌട്ട് ദാറ്റ്, അത്
പല രീതിയിൽ പല ആൾക്കാരും പറയുന്നുണ്ട്. അത് നമ്മുടെ കംഫർട്ടാണെങ്കിൽ യു വെയർ ഇറ്റ് എന്ന് പറയുന്നവരുണ്ട്, അല്ലെങ്കിൽ നമുക്കത് ചേരുന്നതാണെങ്കിൽ വെയർ ഇറ്റ് എന്ന് പറയുന്നുണ്ട്. 2 ഇതിലേതിലാണ് നിൽക്കുന്നത്? ഐ മീൻ വാട്ട് യു വോണ്ട് ടെൽ അബൌട്ട് ദീസ്, ഈ ഒരു ടോപ്പിക്കിനെ പറ്റി? ഇഷ്ടമാണെങ്കിൽ വേറെ ഇഷ്ടമാണെങ്കിൽ വെയർ ഇറ്റ്. ഇങ്ങനെ പറയുന്നവർ തിരിച്ച് യു ഒന്നും പറയാറ്, യു ജസ്റ്റ് ഇഗ്നോർ ദം അല്ലേ? ദാറ്റ്സ് ഇറ്റ്. ചെയ്തിട്ടുണ്ടോ അങ്ങനെ? റിപ്ലൈ കൊടുത്തിട്ടുണ്ടോ? നോ. ഇവൻ നേരിട്ട് അങ്ങനെ വല്ലവരും പറഞ്ഞിട്ടുണ്ടോ? നേരിട്ട് എവിടെയെങ്കിലും വെച്ച് കണ്ടപ്പോഴോ അങ്ങനെ? ഒരാൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഐ ഡിഡ്ന്റ് ഫീൽ ലൈക്ക് ജെനുവിൻ. നോ, ജെന്യൂൻ അല്ല. പുള്ളി ജെന്യൂനായിട്ട് പറഞ്ഞതാ. പുള്ളി ഇങ്ങനെ ഇതായിട്ട് പറഞ്ഞു. അപ്പോൾ ഐ വാസ് വെയറിങ് എ സാരി പോയിന്റ് ഓഫ് ടൈം. ഇപ്പോൾ യു ലുക്കിംഗ് ഡീസെൻറ്റ് എന്നൊക്കെ. അപ്പോൾ അപ്പോൾ കുറച്ചത് വിയർഡായിട്ട് തോന്നി. അപ്പം അതാണ് ഇപ്പോൾ യു ആർ ലുക്കിംഗ് ഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ ഓക്കെ, ഇപ്പോൾ യു ലുക്ക് ഡീസെൻറ്റ്. ഐ ആം ലൈക്ക് before you were undecent or what, like I'm like okay bye എന്നിട്ട് പോകും. That's it. It's their choice. You just ignore it. ഞാൻ അങ്ങനെ പൊതുവെ ആൻസർ, ഐ തിങ്ക് ദാറ്റ്സ് മൈ മെച്യൂരിറ്റി ടു നോട്ട് ടു റിപ്ലൈ ടു സച്ച് തിങ്സ്. അറ്റ്ലീസ്റ്റ് നമുക്ക്, ഞാനൊരാളെ കണ്ടിട്ട് ഒരിക്കലും ഞാൻ അങ്ങനെ പറയില്ല. ഇപ്പം it is their thing അല്ലേ? അവരുടെ ശംഭു ഇടുന്നത് എനിക്ക് ഇഷ്ടം ഉണ്ടായിരിക്കും, ഇഷ്ടമല്ലായിരിക്കും, ദാറ്റ്സ് നൺ ഓഫ് മൈ ബിസിനസ്. ഞാൻ വന്നിട്ട് ഇപ്പം ഈ ഒരു ഡീസെൻറ്റ് മറ്റത് ഞാൻ പറയില്ല. ഹു ആം ഐ ടു സേ ദാറ്റ്? ഞാൻ ശംഭുവിൻ്റെ പൈസ കൊടുത്ത് ശംഭു മേടിച്ചിട്ട് എനിക്കെന്താ? അപ്പം ഞാൻ അങ്ങനെ. പക്ഷേ ഈ ഇങ്ങനെ ആളുകൾ തന്നെ ചിലവർ ഇപ്പം മോശമായി, അതാ പറഞ്ഞത്, ഇതിന് 2 സൈഡ്സ് ഉണ്ട്. മറ്റേ മോശമായിട്ട് കാണണ്ട, അല്ലെങ്കിൽ അവൻ കാണാൻ ആഗ്രഹമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ജെന്യൂനായിട്ട് പറയുന്നവരുണ്ട് കേട്ടോ. ആ ഒരു അത് സ്നേഹം പറയുന്നവരുണ്ട്. പക്ഷെ അതാ, ആ സ്നേഹവും എത്രത്തോളം ആണെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ അതും പറയാം, അതിൽ നമുക്കൊരു ജെന്യൂനിറ്റി ഫീൽ ചെയ്യും. പക്ഷെ അല്ലാണ്ട് ഇങ്ങനെ വന്നിട്ട് ആദ്യമായിട്ട് കാണുന്ന ഒരാൾ വന്നിട്ട് ഞാൻ ആ കോസ്റ്റ്യൂമിൽ തന്നെ കണ്ടു, യു ലുക്ക് ഇപ്പോൾ യു ലുക്ക് ഡീസെൻറ്റ്, ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടാൽ മതി എന്ന് സർക്കാസ്റ്റിക് ആയിട്ട് പറയുന്നവരുണ്ടാവും. സർക്കാസ്റ്റിക് ആയിട്ടും അല്ല, പുള്ളി വളരെ കാര്യമായിട്ട് പറയും, ഇനി ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടാൽ മതി എന്നൊക്കെ. Who are you to say? Okay, bye. Tata. അപ്പം എനിക്ക് മനസ്സിലായി പുള്ളി ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാട്ടോ. ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആണ്, ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ. പറഞ്ഞിട്ട് കാര്യമില്ല, ചിലർ ട്രൂ. അതാ പറയാം, എനിക്കിപ്പോൾ അതൊക്കെ ഭയങ്കര ഫണ്ണി ആയിട്ട് തോന്നും. ഇങ്ങനെയൊക്കെ പറയും, എനിക്ക് അറിഞ്ഞൂടാ. ഐ തിങ്ക് ഐ എം ഓവർ സച്ച് തിങ്സ്. ഞാൻ പറഞ്ഞില്ലേ മറ്റേ ഡൽഹിയിൽ ഞാൻ പറഞ്ഞില്ലേ, കുറേ അതൊക്കെ എന്നെ കുറേ ധൈര്യം വെക്കാൻ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഡൽഹിയിൽ വെച്ചിട്ട് ഷോർട്സ് ഇടുന്നത്, അതുവരെ ഞാൻ ഇട്ടിട്ടില്ല. എൻ്റെ കൂടെ ഒരു കുട്ടി ഉണ്ട് ആ സമയത്ത്, അവളും ഞാനും കൂടെ പുറത്ത് പോകുമ്പോൾ എനിക്ക് സൈക്കിൾ റിക്ഷ കയറാൻ ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഇവളെന്നെ കൊണ്ടുപോകും. അപ്പോൾ ഷീസ് വെയറിങ് എ ഷോർട്സ്. അന്ന് ഞാൻ ഓർക്കുന്നുണ്ടെന്ന് എല്ലാവരും ഉള്ള കാലമായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ അന്ന് ഇവളുടെ അടുത്ത് പറഞ്ഞു, എടി എല്ലാവരും, അപ്പോൾ എനിക്ക് ഭയങ്കര ഓക്വേർഡായിട്ട് ഞാൻ പറഞ്ഞു, എടി എല്ലാവരും നോക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, നോക്കുന്നവർ നോക്കിയിട്ട് പോട്ടെ എന്ന് പറഞ്ഞു. ഷീസ് വെരി ഭയങ്കര ഓപ്പൺ അബൌട്ട് ഇറ്റ്. അവൾ അതിനെ ഒന്നും മൈൻഡൊന്നേ ഇല്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സർപ്രൈസായി. ഇങ്ങനെ ഐ മീൻ നമ്മുടെ ഇഷ്ടങ്ങൾ നോക്കിയിട്ട് ബാക്കിയുള്ളവരെന്ത് പറയുന്ന എന്ന് ഇഗ്നോർ ചെയ്തിട്ട് നമ്മുടെ ഇഷ്ടം നോക്കി അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമല്ലേ എന്ന് ഐ ഹാവ് ലേൺ ലോട്ട് ഫ്രം ദം. എൻ്റെ റൂംമേറ്റ്സിൻ്റെ അടുത്തുനിന്ന് കുറേ ഞാൻ ലേൺ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ ഉള്ള ഒരു ക്യാരക്ടറിൻ്റെ ഒരു പോർഷൻ ചിലപ്പോൾ അതിൽ നിന്ന് കിട്ടിയതാണ്. വെരി ട്രൂ, വെരി ട്രൂ. അതേ പറഞ്ഞത്, എൻ്റെ ഡൽഹി സമയത്ത് കുറേ സാധനങ്ങൾക്ക് ഇപ്പോഴത്തെ എൻ്റെ ഞാനുമായിട്ട് കുറേ ബന്ധങ്ങളുണ്ട്, കുറേ കണക്ഷൻസ് ഉണ്ട്, കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നെ. അപ്പോൾ എനിക്ക് തോന്നുന്നു അത്തരം കാര്യങ്ങളിന്ന് അതെൻ്റെ ഞാൻ മറ്റേ അരഗൻസോ ഞാൻ മറ്റേ അഡമൻ്റ് ആവുന്നതോ ഒന്നുമല്ല. ജസ്റ്റ് ദാറ്റ് എനിക്ക് ഞാൻ അങ്ങനെ കേൾക്കുന്നിടത്ത് ഞാൻ ഓക്കെയാണ്. എനിക്കങ്ങനെ ഞാൻ മറ്റേ അഹങ്കാരി എന്നാൽ പിന്നെ ഞാൻ ആ സാധനം അല്ല, എനിക്കൊന്നും തോന്നാറില്ല. എനിക്ക് അതേ പറഞ്ഞത്, അപ്പോഴും അത് ഇത്രയും ചിന്തിക്കാനും വിഷമിക്കാനും ഉള്ള ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണോ എനിക്കറിയില്ല. ലൈക്ക് ഐ എം ഓവർ സച്ച് തിങ്സ്. ആ സ്റ്റേജ് കഴിഞ്ഞെന്ന് തോന്നുന്നു, എനിക്ക് അറിയില്ല. ഇതൊക്കെ ഇപ്പം എത്രയോ കേട്ട് എന്തൊക്കെ, എസ്പെഷ്യലി നമ്മളൊരു മീഡിയയിലാകുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഇത് ഐ വാസ് പ്രിപ്പയർഡ് കേട്ടോ. അതുണ്ടായിരുന്നു. നെഗറ്റീവ് അതല്ല, ഡ്രസ്സിൻ്റെ കാര്യത്തിലല്ല, അല്ലാതെ തന്നെ പോസിറ്റീവും നെഗറ്റീവും വരും എന്നുള്ളതിൽ ഐ വാസ് പ്രിപ്പയർഡ്. കാരണം നമ്മൾ മീഡിയയിൽ നിൽക്കുമ്പോൾ എന്തായാലും 2 സൈഡ് വരും. ഒരു ഫേക്ക് ആയിട്ടുള്ളവരുണ്ട്. 100 എടുത്താൽ 20 ചിലപ്പോൾ ഇങ്ങനെ ആവാം, 30 ഇങ്ങനെ ആവാം, 60-40 ആവാം. വേറൊരു കാര്യം ഞാൻ പഠിച്ചത്, അതായത്
നല്ലത് പറയുന്നതും എടുക്കരുത്, മോശം പറയുന്നതും എടുക്കരുത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ചെറിയൊരു ശതമാനം മാത്രമേ എടുക്കാവുള്ളൂ. അല്ല, നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് വി ടേക്ക് ഇറ്റ് ടു അ ഹെഡ് നമുക്ക് ചിലപ്പോൾ അരഗൻസ് വരും. പിന്നെ നല്ലത് പറയുന്നത് മാത്രം കേട്ടോണ്ടിരുന്നാൽ പിന്നെ ചീത്ത പറയാൻ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത അക്സെപ്റ്റ് ചെയ്യുക. ട്രൂ, അത് പറ്റാണ്ട് വരും. ഭയങ്കര പ്രശ്നം അത്. നെഗറ്റീവ് പറയുന്നത് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാണ്ട് നമ്മൾ ഇരുന്നു. നമുക്ക് നല്ലത് ചെയ്യാൻ പറ്റും, കോൺഫിഡൻസ് ഇല്ലാതെ പോകും, ബൂസ്റ്റ് ഇല്ലാതെ പോകും. രണ്ടും എടുക്കരുത്, എല്ലാത്തിൻ്റെയും കുറച്ച് എടുക്കാവുള്ളൂ. സേഫ് ആയിട്ട് ഒരു മൂലയ്ക്കൂടെ ഒക്കെ പോവാം. ന്യൂട്രലാ, ട്രൂ, ന്യൂട്രലായിട്ടങ്ങ് താളത്തിലൊക്കെ കഴിഞ്ഞ് പോവാം. ഏറ്റവും സുഖമുള്ളൊരു പരിപാടിയാണ്. വേറെ പ്രശ്നം ഓവർ റേറ്റഡും ആവണ്ട, അണ്ടർ റേറ്റഡും ആവണ്ട, അല്ലേ? ഈ ഹോണ്ട് ചെയ്യുന്നതായിട്ട് എന്തെങ്കിലും ഉണ്ടോ മീനാക്ഷിക്ക്? അതായത് ഇപ്പം കുഞ്ഞിനാളിൽ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റോ അല്ലെങ്കിൽ ഇറ്റ്സ് ഗുഡ് ആവാം, നല്ല കാര്യമാവാം, അല്ലെങ്കിൽ ബാഡ് കാര്യമാവാം, ദാറ്റ് തിങ് അത് പിന്നെയും എപ്പോഴെങ്കിലും ഞാൻ ഇന്ന ഒരു കാര്യം കാണുമ്പോൾ ഞാൻ വീണ്ടും അത് ഓർമ്മ വരുന്നു. ഇപ്പോൾ ചിലർ പറയുന്നുണ്ട് ബ്രേക്കപ്പ് ആവാം, ഓഫ് കോഴ്സ് ആവാം. ചില സ്ഥലത്ത് പോകുമ്പോൾ ചില പെർഫ്യൂം, ചില സോങ്, വി ഡോണ്ട് വോണ്ട് ടു തിങ്ക് അബൌട്ട് ദാറ്റ്. പക്ഷേ നമ്മളെ കൊണ്ട് തിങ്ക് ചെയ്യിപ്പിക്കുകയാണ് ഈ പറഞ്ഞ തിങ്സ്. അതൊന്ന് ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞത്. സോ ലൈക്ക് ദാറ്റ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബാഡ് ഇൻസിഡൻ്റ് ആവാം. ഇപ്പോഴും അതിങ്ങനെ ഐ വോണ്ട് ടു ഗെറ്റ് ഔട്ട് ഫ്രം ദാറ്റ്. മോണായി എങ്ങാലും സംതിങ് വിച്ച് മോണായ I've moved on. എനിക്ക് പിന്നെ അതിൻ്റെ ഇതൊന്നുമില്ല. ഓക്കെ. ഈ പറഞ്ഞ കണക്ക് പിന്നെ ബിറ്റ്സ് ആൻഡ് പീസസ് ചില അതേ സിറ്റുവേഷൻ വരുമ്പോൾ അങ്ങനെ ഉണ്ടാവും. അല്ലാണ്ട് ഐ എം എ പേഴ്സൺ ലൈക്ക് ഹൂ ഡോണ്ട് ഗിവ് അപ്പ് ഈസിലി. ഞാൻ ഒരു കാര്യത്തിൽ അത്രയും ഈസി ആയിട്ട് ഞാൻ ഗിവ് അപ്പ് ചെയ്യില്ല. അത്ര എൻ്റെ 100% 200% ഞാൻ ഇട്ടിട്ട് നടക്കാണ്ട് വരുന്ന ഒരു കാര്യത്തിലാണ് ഓക്കെ ഇനി ചക്കിറ്റ് ഇനി പറ്റില്ല എന്നുള്ള ഇതിൽ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത്രയും നമ്മൾ എഫേർട്ട് ഇടുമ്പം അതിൻ്റെ ബലം കിട്ടാണ്ട് വരുമ്പോൾ ഉള്ള ഒരു വിഷമം ഉണ്ടാവും. അതിപ്പോൾ ഞാൻ പറഞ്ഞ പക്ഷെ ഞാൻ ഇഫ് ഐ മേക്ക് മൈ മൈൻഡ് ലൈക്ക് ഞാൻ മൂവ് ഓൺ ചെയ്യാൻ പോവാണ് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെയാണ്. ഞാൻ പിന്നെ മൂവ് ഓൺ ആണ്. പിന്നെ അത് പക്ഷെ ഈ പറയണക്ക് എപ്പോഴും ഈ പറയണക്ക് ബിറ്റ്സ് ആൻഡ് പീസസ് അതിനെയൊക്കെ അടിക്കും. എനിക്ക് ഫോർ എക്സാമ്പിൾ വിശ്വാസവഞ്ചന, ചീറ്റിംഗ് എനിക്ക് എപ്പോഴും പേടിയുള്ളൊരു കാര്യമാണ്. ക്യാൻ ബി എ പേഴ്സൺ അല്ലേ? യാ, എനിക്ക് അത് ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാൻ പറയുന്നത് ലൈക്ക് റിലേഷൻഷിപ്പ് ആൻഡ് ഫ്രണ്ട്സ് എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ്. ഇൻ യുവർ കേസ് അത് റിലേഷൻഷിപ്പ് ആയിരുന്നു? അതോ മോർ ദാൻ ബോത്ത്? ഓക്കെ. ബോത്ത് ലൈക്ക് സൈമൾട്ടേനിയസ്ലി എനിക്കതായിരുന്നു. യു ട്രസ്റ്റഡ് എ ലോട്ട്? ഐ ട്രസ്റ്റഡ് എ ലോട്ട്, എ ഹെൽ ലോട്ട്. യാ. അപ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ടും കൂടെ എന്നെ പറ്റിച്ചപ്പോഴാണ് എനിക്ക് വിഷമമായിപ്പോയത്. ഈ സെയിം തിങ്ങിലോ സെയിം കാര്യത്തിലോ? ഐ മീൻ എനി ഇൻസിഡൻറ്റ് ലൈക്ക് അങ്ങനെ അവർ തമ്മിൽ കണക്ട് അങ്ങനല്ല, എങ്ങനെയോ സംഹൗ ദിസ് ടു ഹാപ്പൻ ലൈക്ക് അറ്റ് ദ സെയിം ടൈം. അപ്പോൾ എനിക്ക് രണ്ടും പറ്റിയില്ല. ഇത് ഓൾറെഡി പറ്റിയില്ല, ഇനി ഇവളും കൂടെ ഇങ്ങനെ ആയപ്പോൾ എനിക്കൊരുമാതിരി. പക്ഷേ സംവെയർ ഇപ്പം എൻ്റെ ചുറ്റുമുള്ളവർ അപ്പോഴും എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു കുറച്ചൊന്ന് അവളുടെ അടുത്തൊന്ന് കോഷ്യസ് ആവണം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനായില്ല. ഞാൻ വിചാരിച്ചത് ഓക്കെ ആയിരിക്കും, അവൾ എന്നോടല്ലേ സംസാരിക്കുന്നത് എനിക്കറിയാലോ എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ നമ്മൾ വിചാരിക്കും നമ്മൾ പുറത്ത് കാണുന്ന പോലെ എല്ലാവരും ഉള്ളിൽ some people are so mean. It is very rare to get that vibe also. That is very difficult, especially right now. Problem is I give that vibe to everybody. That is very dangerous. True. Very dangerous. അത് ഇപ്പോഴാണ് ഞാൻ പഠിച്ചത്. അതായത് എൻ്റെ ഈ പ്രായത്തിലാണ് ഞാൻ പഠിക്കുന്നത് ഐ ഷുഡൻറ്റ് ഡു ഇറ്റ്. കാരണം ദാറ്റ്സ് ഗോയിങ് ടു ഗീവ് അ ലൈക്ക് അത്രയും ടഫ് ടൈം ഫോർ യു. അത് എനിക്ക് ഫോർ മൈ സെൽഫ് ഇറ്റ്സ് റിയലി ഹാർഡ് ഫോർ മീ. അങ്ങനെ ടേക്ക് ദാറ്റ് വൈബ്. എന്നിട്ട് ആ വൈബ് ഇഫ് ഇറ്റ് ഗോസ് വെൽ എന്ന് നമ്മൾ തന്നെ ചെക്ക് ചെയ്തിട്ട് ഇഫ് ഇറ്റ് ഇസ് ഫൈൻ എന്ന ഒരു പോയിന്റിൽ നമുക്ക് തോന്നിയാൽ ടേക്ക് കംപ്ലീറ്റ്ലി. പക്ഷെ അതിനൊക്കെ എഫോർട്ട് ഇടണം. ഞാനങ്ങനെയൊന്നുമല്ല. ഞാനെന്ന് പറഞ്ഞാൽ ആണോ 10 എനിക്ക് ചില ആളുകളോട് സംസാരിച്ച് അവരെ വീട്ടിലും കൊണ്ടുപോയി സംസാരിപ്പിക്കാനൊക്കെ തോന്നും. ദാറ്റ് ഡിപ്പെൻസ്. ചില ആൾക്കാർ നമ്മൾ 10 വർഷം സംസാരിച്ചാലും നമുക്ക് അവരെ മനസ്സിലാക്കാനും പറ്റത്തില്ല. സ്റ്റിൽ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും അവരെ പറ്റി. പക്ഷെ നമ്മൾ വിചാരിക്കും നമുക്ക് അവരെ അറിയാമെന്ന്. അറിയത്തില്ല. പക്ഷെ നേരെ മറിച്ച് ഒരാളോട് 10 മിനിറ്റ് സംസാരിച്ചാലും ചിലപ്പം അവർ കംപ്ലീറ്റ്ലി ചിലപ്പോൾ 2 വർഷം സംസാരിക്കുന്ന പോലെ കിട്ടും. നല്ല വൈബ് കിട്ടും. എനിക്കിപ്പോഴും അങ്ങനെ 1-2 ഫ്രണ്ട്സ് ഉണ്ട്. അവരെ വളരെ റീസെന്റ് ആയിട്ട് കിട്ടിയതായിരിക്കും. പക്ഷെ വിൽ ഫീൽ ലൈക്ക് ടോക്കിംഗ് ടു ദം, ലൈക്ക് ജെന്യുവൻലി ടോക്കിംഗ് ടു ദം അങ്ങനെ. പക്ഷെ
ചില ആളുകളെ നൂറ്റാണ്ടുകളെടുത്താലും മനസ്സിലാവില്ല, ജഡ്ജ് ചെയ്യാനും പറ്റത്തില്ല. തീരെ പറ്റത്തില്ല. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന അങ്ങനെ പറ്റും എന്നാണ്, പക്ഷെ പറ്റില്ല. ചില ആളുകൾക്ക് ഫേക്ക് ചെയ്യാൻ പറ്റും ശംഭു. അതായത് നമ്മൾ വിചാരിക്കും എത്ര ഫേക്ക് ചെയ്യും, ഒരു പോയിന്റ് ചെയ്യുമ്പോൾ ടയേർഡ് ആവില്ലേന്ന്. ഇല്ല, അങ്ങനെ ടയേർഡ് ആവാത്ത ആളുകളുണ്ട്. സത്യം, എനിക്കത് ഇതൊക്കെ കഴിഞ്ഞാൽ മനസ്സിലായത്. ഞാൻ ക്ഷീണിച്ചു പോയില്ലേ. ക്ഷീണിക്കൂല. ചില ആളുകൾ ടയേർഡ് ആവില്ല. സോ ഗുഡ് അറ്റ് ഇറ്റ്. നമ്മൾ വിചാരിക്കും നമ്മൾ പാവങ്ങളാ. സത്യം, എനിക്ക് എന്നെ തന്നെ ആലോചിച്ചിട്ട് പാവമൊക്കെ തോന്നിയിട്ട് ഞാൻ എന്ത് മണ്ടി ഐശ്വരാന്ന്. സത്യം. വെരി ഗുഡ് അറ്റ് ഇറ്റ്. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. They can pretend. അതാണ് പ്രിറ്റൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ പ്രിറ്റൻഷൻ ഒന്നല്ല. It'll be like വേറെ ലെവൽ ഓസ്കർ വിന്നിംഗ് പെർഫോമൻസ് ആണ്. ഓസ്കർ വിന്നിംഗ് പെർഫോമൻസ് നമ്മളിത് റിയലൈസ് ചെയ്യുമ്പോൾ എടുത്തു കൊടുത്തു, ഇന്നാ മോളെ കൊണ്ടുപോകും. അങ്ങനെ അവാർഡ് കൊടുക്കണം തോന്നുന്നുണ്ടെന്നല്ലേ. സെൽഫ് ഹാപ്പിനെസ്സിന് വേണ്ടി, അല്ലെങ്കിൽ ഇപ്പം ചിലർക്ക് ഇപ്പോൾ അത് ദാൻ യുവർ ആക്ടിങ് അല്ലെ ആങ്കറിങ് അതല്ലാതെ അവർക്ക് ചിലർക്ക് ഒരു റൊട്ടീൻ കാണുമല്ലോ. ദേ ഗോ ഫോർ വർക്ക് ഔട്ട്, അല്ലെങ്കിൽ ദേ ഗോ ഫോർ ബാഡ്മിൻ്റൺ. അവർക്ക് ഇഷ്ടമുള്ള ഒരു പരിപാടി കാണുമല്ലോ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഫോർ യു ഉറക്കം, സുഖം. ഒരു ദിവസത്തിൽ 24 മണിക്കൂർ എന്നോട് ഉറങ്ങിക്കോന്ന് പറഞ്ഞ സന്തോഷം എന്നിട്ട് ഞാൻ കിടന്ന് ഉറങ്ങും. അത് ഭയങ്കര. തിന്നെ ഉറങ്ങുക, വേണമെങ്കിൽ എണീറ്റ് 2 റൗണ്ട് ഊണ കളിക്കുക, പിന്നെ റീൽസ് ഒരയ്ക്കുക, ഫുഡ് കഴിക്കുക. അതെ, തിന്നെ ഉറങ്ങുക, എണീറ്റ് കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കുക, പിന്നെ ഉറങ്ങുക. അതെ, എണീറ്റുണ്ടെങ്കിൽ ഫുഡ് കഴിക്കില്ല, വിശക്കും. ബാക്കി ദിവസം പിന്നെ ഹാൻഡിൽ ചെയ്യാം, പക്ഷെ എണീറ്റുണ്ടെങ്കിൽ ഫുഡ് കഴിക്കണം. ചായ കുടിക്കണം. അയ്യോ, ചായ ഇസ് ദ മെയിൻ തിങ്. ചായ ഇല്ല ജീവിക്കാൻ പറ്റില്ല. അയ്യോ, ചായ ഇല്ല എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ചായ വേണം. ഐ ഡോണ്ട് നോ. അത്യാവശ്യം സ്ട്രോങ് ടീ. എനിക്ക് നോർമൽ ചായയിലും കുഴപ്പമില്ല, എനിക്ക് ചായ വേണം. ജീവിതം, എൻ്റെ ലൈഫ്, ഐ മീൻ ഡേ തുടങ്ങാൻ എനിക്ക് ചായ വേണം. എൻ്റെ കൂടെ സ്നാക്സ് ഒന്നും ഇല്ലെങ്കിൽ ചായ വേണം. ചായ മാത്രം. ചായ, ഐ എം ഹാപ്പി വിത്ത് ചായ. ഒന്നും ഇല്ലെങ്കിൽ ചായ വേണം രാവിലെ. ഇല്ലെങ്കിൽ എൻ്റെ ദിവസം തുടങ്ങൂല. ഐ ഫീൽ ലൈക്ക് എൻ്റെ ദിവസം തുടങ്ങിയിട്ടില്ല എന്ന്. നട്ടുച്ചായാലും എനിക്ക് തോന്നിയിട്ട് ദിവസം തുടങ്ങിയിട്ടില്ല എന്ന്. ചായ എവിടെ ആ സംഭവം. പിന്നെ റീൽസ് എണീക്കുക, തിന്നുക, വീണ്ടും കിടക്കുക, റീൽസ് വരയ്ക്കുക, പിന്നെ ഊണ കളിക്കാൻ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഊണ കളിക്കുക, കുറച്ച് കഴിയുമ്പോൾ വീണ്ടും റീൽസ് വരയ്ക്കുക, തിന്നുക, ഉച്ച കഴിഞ്ഞ് കിടന്നുറങ്ങുക. ആഹാ. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും ചായ കുടിക്കുക, വീണ്ടും അപ്പം എന്തെങ്കിലും കഴിക്കണം, എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ തെണ്ടാൻ ഇറങ്ങുക. എവിടെയെങ്കിലും. സോളോ ഡ്രൈവ് ഭയങ്കര ഇഷ്ടമാണ്. ഒറ്റയ്ക്ക് ഞാൻ എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് എൻ്റെ പാട്ടൊക്കെ കേട്ട്, എൻ്റെ പ്ലേലിസ്റ്റൊക്കെ കേട്ട് ഞാനെങ്കിലും ലാ 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 എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. അല്ലെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കൂടെ പോകും, സിനിമ കാണും. തിയേറ്ററിൽ ആ സമയത്ത് റിലീസ് അയക്കുന്ന കാണാൻ ബാക്കിയുള്ള സിനിമ ഏതൊക്കെയാന്ന് നോക്കിയിട്ട് സ്വന്തം സിനിമ വരുമ്പോഴോ കാണും. സ്വന്തം സിനിമ വരുമ്പോൾ 3-4 പ്രാവശ്യമൊക്കെ പോയി കാണും. ഇതിന് തന്നെ ടിക്കറ്റ് എടുത്ത് അതെന്തായാലും ഉണ്ടാവുമല്ലോ, വീട്ടുകാരുടെ കൂടെ, ഫ്രണ്ട്സിനെ കാണിക്കുന്നു, അപ്പുറത്തെ കടയിലെ ചേട്ടന്മാരുടെ ഇത്, അങ്ങനെ ഉണ്ടല്ലോ. അങ്ങനെ എല്ലാവരുടെയും കൂടെ പോകും. ചിലപ്പോൾ ഫ്രണ്ട്സിനെ കൂടെ തന്നെ 3-4 പ്രാവശ്യം പോകും. അത് പോട്ടെ, വീട്ടിൽ നിന്ന് പറയാറുണ്ടോ, അല്ലെങ്കിൽ റിലേറ്റീവ്സിനൊക്കെ പറയാറുണ്ടോ, മീനാക്ഷി കല്യാണപ്രായമൊക്കെ ആയില്ലേ? അത് ആക്ച്വലി വെൻ യു ഹിയർ ഇറ്റ്, യെസ് കല്യാണം കഴിപ്പിക്കൂ, അതാണോ അല്ലെങ്കിൽ ദിസ് തിങ് ആണോ? ഇതിലേതാണ്? രണ്ടാമത് കാണിച്ചോട് പറയോ വീട്ടില്? പറയോ? പിന്നെ എന്താ പറയണ? ഇനി ഒരു കല്യാണം കൂടെ കഴിക്കാൻ പറയുന്നു. ഞാനും പറഞ്ഞു നിങ്ങൾ കഴിച്ചോളൂ, പിന്നെന്താ. കഴിഞ്ഞ എന്നോട് പിന്നെ പുറത്തിറങ്ങിയപ്പോ നാട്ടിലെ കുറച്ച് ചേച്ചിമാരെന്നോട് പറഞ്ഞു, ഞങ്ങളുടെയൊക്കെ വലിയ ആഗ്രഹമാണെന്ന്. അപ്പൊ നിങ്ങൾക്കാർക്കും വേറെ ഒന്നുമില്ല ആഗ്രഹിക്കാൻ. ഞങ്ങൾക്ക് സദ്യ ഉണ്ടണം. ഞാൻ പറഞ്ഞു ഞാൻ മേടിച്ചു തരാം. അല്ല സദ്യ അല്ലേ, ഞാൻ വാങ്ങിത്തരാന്ന് പറഞ്ഞു. അല്ല കല്യാണത്തിന് ഉണ്ടണം. അങ്ങോട്ടങ്ങ് പറയുന്നു. ഞാൻ എന്തൊക്കെയാ നിങ്ങളുടെ ആഗ്രഹങ്ങള്, വേറെ ഒന്നുമില്ലേ ജീവിതത്തിൽ ആഗ്രഹിക്കാൻ പറഞ്ഞു. ഇനി എപ്പോഴാ? അപ്പൊ ഇങ്ങനെയാണ് റിപ്ലൈ കൊടുക്കുന്നത്. അപ്പൊ പിന്നെ വേറെ പ്രോബ്ലം. ഞാനിങ്ങനെ ചിരിച്ച് ഞാൻ ചെറിയ ജോക്ക് ആക്കും, അവര് സീരിയസ് ആവാൻ ഞാൻ സമ്മതിക്കില്ല. സർക്കാസ്റ്റിക് കോമഡി എന്ന് വേണമെങ്കിൽ അതിനെ പറയാം, പക്ഷെ അതാണ് എന്റെ ഉത്തരം. പക്ഷെ അത് സർക്കാസ്റ്റിക് അല്ല, ഇറ്റ്സ് എ വെരി അതിന് ലൈറ്റ് സർക്കാസ്റ്റിക്. ലൈറ്റ് ആയിട്ട് ഞാൻ വിടും. അതേ പറഞ്ഞു, ഞാൻ അവരെ സീരിയസ് ആവാൻ സമ്മതിക്കില്ല. ഞാൻ എന്നൊക്കെ പറഞ്ഞ് കളിച്ച് ചിരിച്ച് അതിനെ പറഞ്ഞു. ഞാൻ കേട്ടിട്ടുണ്ട് ലിജ ജോസ് പെല്ലിശ്ശേരി സാറിന്റെ ഒരു ഇന്റർവ്യൂവിൽ ഞങ്ങളുടെ പുള്ളിയോട് വരെ ഇപ്പോഴും മൂപ്പര് ആളുകൾ ചോദിക്കുന്നത്, അല്ല ശരിക്കും വേറെ ജോലി ഡയറക്ഷൻ ഓക്കെ, പക്ഷെ എന്നാലും എന്താണ് ശരിക്കും ജോലി. അപ്പൊ എന്തായാലും അടിപൊളി, സൂപ്പർ. ഓക്കെ, ബൈ.